രാമ രാമ ഹരേ 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 കൃഷ്ണ ശിവസംഘത്തിന്റെ രണ്ടാമത്തെ ഭാഗം ഇവിടെ ആരംഭിക്കുന്നു. രാധാറാണിയെ കുറിച്ച് വളരെ ആധികാരികമായിട്ട് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സുദർശനം ചെയ്യുന്നത് നമുക്ക് കേൾക്കാം. ഹരേ കൃഷ്ണ നാരായണ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം സദാ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം രാധേശ്യാം രാധേശ്യാം എല്ലാ സുഹൃത്തികളായിട്ടുള്ള എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തില് മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. ഈ വൃന്ദാവനത്തിന്റെ മണ്ണില് പാദം സ്പർശിക്കാൻ സാധിക്കുക എന്നുള്ളത് എത്രയോ ജന്മാന്തര പുണ്യങ്ങൾ കൊണ്ട് നമുക്ക് ലഭിക്കുന്നതാണ്. ആ ഒരു പുണ്യം ഭഗവാന്റെ കാരുണ്യം കൊണ്ട്, രാധാറാണിയുടെ കൃപാകടാക്ഷം കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഈ മണ്ണില് എത്തിപ്പെടാൻ സാധിച്ചു. ഈ യാത്രക്കിടയില് നമ്മുടെ മനോഹരമായ ഈ വൃന്ദാവന യാത്രക്കിടയിൽ പലരും ചോദിച്ചൂടെ, ഇവിടെ എന്താ രാധയെ പറ്റിയിട്ട് ഇങ്ങനെ പറയണേ, ബാക്കി ആരെയെ പറ്റിയിട്ട് പറയുന്നില്ലല്ലോ, വൃന്ദാവനത്തിലെ എന്താണ് സത്യഭാമിയോ രുക്മിണിയോ അവരുടെ ഒന്നും കഥകളൊന്നും പറയണില്ല, രാധയ്ക്കാണ് ഇവിടെ പ്രാധാന്യം. നടക്കുമ്പോഴൊക്കെ രാധേ എന്ന് പറയുന്നത് കൃഷ്ണന്റെ ജന്മഭൂമിയായിട്ട് കൃഷ്ണനെ പറ്റിയിട്ടല്ലല്ലോ രാധയെ പറ്റിയിട്ടല്ലേ എന്നെല്ലാം പലരും ചോദിക്കുകയുണ്ടായി. പക്ഷെ ഒറ്റ വാക്കില് അതിന് ഉത്തരം പറയാനായിട്ട് സാധിക്കില്ല, പറഞ്ഞാൽ തീരാത്ത കഥകളുമാണ് രാധയെ പറ്റിയിട്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം നാരായണേട്ടൻ പറഞ്ഞിട്ട് കഥ പറഞ്ഞിട്ട് പകുതിയായപ്പോ നിർത്തേണ്ട ഒരവസ്ഥ വന്നപ്പോ പറഞ്ഞു, കഥ തുടങ്ങുമ്പോ മുഴുവനാവുന്ന രീതിയിൽ പറയുന്നത്. അതൊരു കഥയായതുകൊണ്ടാണ്. പക്ഷെ രാധയെ പറ്റിയിട്ട് പറഞ്ഞാൽ തീരില്ല. അപ്പൊ അതുകൊണ്ട് എപ്പോ തുടങ്ങിയാലും എത്ര സമയം കിട്ടിയാലും അവസാനിക്കാത്തതാണ് ശ്രീരാധയുടെ മഹത്വം. ആ
മഹത്വം അറിയണമെങ്കിൽ ഈ വൃന്ദാവന ഭൂമിയിൽ തന്നെ വരണം. ഇത് ചോദിച്ച ആദ്യത്തെ ഒരു ചോദ്യം, രാധ എന്തുകൊണ്ടാണ് രാധയ്ക്ക് പ്രാധാന്യം, എന്താ കൃഷ്ണനാമം ഇവിടെ അധികം ജപിക്കാത്തത് എന്ന് ചോദിച്ചു. അതിന് ഒരു പ്രമാണമായിട്ട് പറയുന്ന ഒരു ചരിതം എന്താണെന്ന് വിചാരിച്ചാൽ, രാധാറാണി ആദ്യം ആ ഒരു കൃഷ്ണനാമം അധികം ഇല്ലാത്തതിന്റെ എന്ന് പറയാം, പിന്നെ രാധയുടെ മഹത്വം പറയാം. രാധാറാണിക്ക് ഏറ്റവും പ്രിയപ്പെട്ടിട്ടായിട്ടൊരു തത്ത ഉണ്ടായിരുന്നു. ആ തത്തയോട് രാധാറാണി കൃഷ്ണന്റെ നാമം ജപിക്കാനായിട്ട് പറഞ്ഞു. കൃഷ്ണ 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 എന്ന് ജപിക്കൂ എന്ന് ആ തത്തയോട് പറഞ്ഞു. തത്ത എപ്പോഴും കൃഷ്ണനാമങ്ങള് ജപിക്കും. അപ്പൊ ആ തത്തയ്ക്ക് ആ തത്തയുടെ ദാസിമാരായിട്ട് സഖിമാരായിട്ട് കുറെ മഞ്ജരികളുണ്ട്. അവരെല്ലാവരും കൃഷ്ണനാമം ജപിച്ച് വൃന്ദാവനം മുഴുവനും കൃഷ്ണനാമം ജപിച്ച് ഇരിക്കുകയാണ്. പക്ഷെ നാരദ മഹർഷി വൃന്ദാവനത്തിലെത്തിയപ്പോ അവിടെ ആകെ ഒരു നിർഗുണഭാവം, ഒന്നിനും ഒരു ചേതനയില്ല, ഒരു ചൈതന്യമില്ല. അങ്ങനെ ഇതെന്താ ഇത്രയും കൃഷ്ണനാമം ജപിച്ചിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചൈതന്യം ഇല്ലാണ്ടിരിക്കണേ എന്ന് കരുതിയിട്ട് രാധാറാണിക്കും ആ ഒരു ഭഗവാനും അതെ ഒരു നിർഗുണഭാവാണ്. അപ്പോ രാധയ്ക്കും അത് ഒരു പ്രയാസം, എന്താ അതങ്ങനെ എന്നുള്ള ഭാവത്തില്. അപ്പോഴാണ് നാരദരും ശ്രീകൃഷ്ണ ഭഗവാനും തമ്മിലുള്ള സംഭാഷണം കേൾക്കാനിടയായത്. പറഞ്ഞു, രാധ എന്ന് പറഞ്ഞാൽ ആ രാധ ഞാൻ ഇവിടെ ശ്രീകൃഷ്ണൻ ഭഗവാൻ, ആ ശ്രീകൃഷ്ണ പരമാത്മാവ് ഭൂമിയിൽ വന്നത് ആ സർവ പ്രപഞ്ചത്തിലും, ആ പ്രപഞ്ചം ഉണ്ടാവണേക്കാൾ മുമ്പും ലയത്തിന് ശേഷവും നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മമാണ് പരബ്രഹ്മം. ആ ബ്രഹ്മത്തിന്റെ മൂർത്തി രൂപമായിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. ആ ഭഗവാനിൽ നിറഞ്ഞിരിക്കുന്ന ആ പരമമായ പ്രേമം ആണ് ഭഗവാനിൽ നിന്ന് രാധയായിട്ട് ഉണ്ടായത്. അപ്പൊ രാധ എന്ന് പറയുമ്പോ പ്രേമഭാവമാണ്, പ്രേമാണ് രാധ. അപ്പൊ രാധ ഇല്ലാണ്ട്, രാധാനാമം ഇല്ലാണ്ട്, രാധ നിറയാത്ത വൃന്ദാവനത്തില് എനിക്ക് എന്നോട് ആ പ്രേമം ചേർന്നാൽ മാത്രമേ എനിക്ക് അതുപോലെ ആ ഒരു ഭാവം വരുള്ളൂ. അതുവരെ ഞാൻ നിർഗുണമായിട്ടിരിക്കും. എൻ്റെ ഉള്ളില് എനിക്ക് എല്ലാവരെയും ആകർഷിക്കുന്ന ഈ രൂപത്തിന്, ചൈതന്യത്തിന്, എല്ലാവരോടും ഒരേപോലെ എല്ലാവരിലേക്കും ആ ഒരു അനുഭവം, കൃഷ്ണാനുഭവം എത്തണമെന്നുണ്ടെങ്കിൽ അവിടെ രാധ നിറഞ്ഞിരിക്കണം. അപ്പൊ രാധാനാമത്തിനാണ് പ്രാധാന്യം എന്ന് രാധാറാണി കേൾക്കും. പിന്നെ തത്തയോട്, രാധയുടെ ആ പ്രിയപ്പെട്ട തത്തയോട് രാധാനാമം ജപിക്കാൻ പറയുകയും ചെയ്തു. പിന്നീടാണ് ഇവിടെ ഈ രാധാനാമം നിറയാൻ തുടങ്ങിയത്. രാധ എന്ന നാമത്തിനാണ് വൃന്ദാവനത്തിലെ പ്രാധാന്യം. സാധാരണ നമ്മള് കേൾക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മഹാവിഷ്ണുവിൽ നിന്നുള്ള അവതാരങ്ങള്, 10 അവതാരങ്ങൾ വിഷ്ണുവിന്റെ ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറഞ്ഞു കേൾക്കും. കാരണം എന്താന്ന് വെച്ചാൽ അതിന് അപ്പുറത്തേക്കുള്ളത് അതീവ രഹസ്യമായിട്ടുള്ള കാര്യമാണ്. അതിനെപ്പറ്റി അറിയാനായിട്ട്, അതിനെപ്പറ്റി കേൾക്കാനായിട്ട് അത്രയും, അത് പറയാം, അതീവ രഹസ്യം എന്ന് പറഞ്ഞാൽ ആർക്കും അറിയാത്തതെന്നോ ആരും കേൾക്കാത്തതൊന്നും അല്ല. നമ്മള് രാമായണമൊക്കെ വായിക്കുമ്പോ എപ്പോഴും പറയും അത്യന്തം രഹസ്യമാണ്, ഇത് ആരോടും പറയരുത് എന്നുള്ള വരികളൊക്കെ നമ്മൾ കേൾക്കാം. പക്ഷെ രഹസ്യം എന്ന് പറഞ്ഞാൽ കേട്ടാലും നമുക്ക് അതിനെ ഉൾക്കൊള്ളാനായിട്ട്, അതിനെ മനസ്സിലാവണമെങ്കിൽ അത്രയും ഭാഗ്യം ഉണ്ടാവണം. അത് മാത്രമാണ്, കേട്ടാലും നമുക്കതിനെ ഉള്ളിലേക്ക് എത്തണമെങ്കിൽ, അത് നമുക്ക് ഉൾക്കൊള്ളണമെങ്കിൽ സാധാരണക്കാർക്ക് പറ്റില്ല. അത് രഹസ്യം തന്നെയാണ്, പറഞ്ഞാലും മനസ്സിലാവില്ലാത്ത കാര്യങ്ങളാണ് രഹസ്യം എന്ന് പറയുന്നത്. അപ്പോ അതുപോലെ ആണ് മറ്റ് ഗർഭസംഹിതകളിലൊക്കെ ഗോലോകത്തെ പറ്റി പറയുന്നുണ്ട്. ആ ഗോലോകം എന്ന് പറഞ്ഞപ്പോ നമ്മൾ കാണുന്ന പ്രപഞ്ചമൊക്കെ ഉണ്ടായി, സ്ഥിതി ചെയ്ത്, പിന്നെ അത് വീണ്ടും ലയിച്ച് പിന്നെയും ഉണ്ടായി, അതിങ്ങനെ ഉണ്ടാവുക, സ്ഥിതി ചെയ്യുക, നശിക്കുക, അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കണം. ഓരോ
ഓരോ യുഗങ്ങൾ ഉണ്ടാവുന്നു. ആ ചതുർയുഗങ്ങൾ കഴിഞ്ഞാൽ അത് കൽപ്പങ്ങള്, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ലയം, പിന്നെ ആദ്യം തൊട്ടിട്ട് ആദ്യം തുടങ്ങുന്നു യുഗ, അങ്ങനെയാണ് വരുന്നത്. പക്ഷെ ഒരിക്കലും നശിക്കാത്തതും ആ ഭഗവാന്റെ പോലെ തന്നെ, ശ്രീകൃഷ്ണ ഭഗവാനെ പോലെ നിത്യ സത്യമായതുമായിട്ടൊരു ധാമുണ്ട്. അതാണ് ഗോലോകധാമം എന്ന് പറയുന്നത്. ആ ഗോലോകധാമത്തിലെ രാധാകൃഷ്ണന്മാര് നിത്യവും ആ രാധാകൃഷ്ണന്മാര് ആ ഗോലോകധാമത്തിലാണ് അവര് വസിക്കുന്നത്. അവിടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാർഷദന്മാരായിട്ട് അനേകം ഗോപന്മാരും രാധാറാണിയുടെ സഖിമാരായിട്ട് ധാരാളം ഗോപികമാരും ഉണ്ട് ആ ഗോലോകത്തില്. ഈ വരാനിരിക്കുന്ന കലിയെ കണക്ക് കൂട്ടിക്കൊണ്ട് ദ്വാപരയുഗത്തില് ഒരു അവതാരം വേണം എന്ന് ഉള്ള സമയത്ത് മഹാവിഷ്ണുവിന്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കണോ. ഇങ്ങനെ ആ ഭൂമി ദേവി ഗോരൂപം കൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് മഹാവിഷ്ണു പോലും ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ അംശം കൊണ്ടാണ് ഉണ്ടായത് എന്നൊക്കെ ദേവി ഭാഗവതത്തില് അതിനെ പറ്റിയിട്ട് പറയും. അപ്പൊ പറയും ഇത് എന്നെ കൊണ്ട് സാധ്യമല്ല, കാരണം അതൊക്കെ പരിപൂർണ തമനായിട്ടുള്ള ഭഗവാന് മാത്രമേ സാധിക്കുള്ളൂ എന്ന് പറയും. അപ്പൊ ആ ഗോലോകത്തിലേക്ക് യാത്രയാവാണ്. ഒരു ചങ്ങാടം പോലെയുള്ള ഒരു അതിലൂടെ ഗോലോകത്തിലേക്ക് എങ്ങനെയാ പോണെന്ന് വെച്ചാൽ വാമനമൂർത്തി ത്രിവിക്രമ സ്വരൂപനായിട്ട് അങ്ങോട്ട് ഉയർന്നിട്ട് ആ കാല് സത്യലോകം വരെ ഉയർന്ന സമയത്ത് കാലിന്റെ നഖം കൊണ്ടിട്ട് അവിടെ ഒരു വിടവുണ്ടാവുക എന്നത് പറയുന്നുണ്ട്, ഭാഗവത്തിലും പറയുന്നത്. അതിലൂടെ ഗോലോക ഗംഗ സ്വർലോകത്തിലേക്ക് എത്തി. അങ്ങനെയാണ് സ്വർലോകത്തിൽ ഗംഗ ഉണ്ടായി. ആ സ്വർലോക ഗംഗയാണ് പിന്നീട് ഭഗീരഥൻ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ അതിലൂടെ ആ ഗോലോകത്തിലേക്ക് യാത്രയായി. ഗോലോകത്തില് എത്തിയിട്ട് അവിടെ ചെന്ന് ശ്രീകൃഷ്ണ ഭഗവാനോട് പ്രാർത്ഥിച്ചപ്പോ ശ്രീകൃഷ്ണൻ അവിടെ സ്വയം ആ ശ്രീകൃഷ്ണ പരമാത്മാവ് സ്വയമേവ ആണ് ഗോലോകത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന് അവതരിക്കാൻ തയ്യാറായത്. അതിന് കാരണം തന്നെ കലികാലത്ത് ജനിക്കുന്ന ജനങ്ങളെ കൂടി ഉദ്ദേശിച്ചിട്ടാണ് ആ ശ്രീകൃഷ്ണന്റെ ആ ഒരു ജനനം ഉണ്ടായത്. അപ്പൊ അവിടെ അവതാരം ഉണ്ടായത്. ജനനം എന്ന് പറയാൻ പറ്റില്ല, ഭഗവാൻ തന്നെ വന്ന് അവതരിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഈ അതിനൊക്കെ ഈ ഗോലോകധാമത്തിനും ഈ പ്രപഞ്ച സൃഷ്ടി ഉണ്ടാവണം എന്ന് എല്ലാത്തിനും മുമ്പ് ഈ ഒരു വാഞ്ച ഉണ്ടാവണേക്കാളും മുമ്പ് സർവ സൃഷ്ടിക്കും മുമ്പായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ആ പരബ്രഹ്മം സ്വയമേവ രൂപമെടുത്തതാണ് ശ്രീകൃഷ്ണ പരമാത്മാവ് എന്നുള്ള അത്യാകർഷകമായിട്ടുള്ള രൂപം. ആ ശ്രീകൃഷ്ണ പരമാത്മാവ് തന്റെ ഉള്ളിലുള്ള എല്ലാവിധത്തിലുള്ള പ്രേമം, പരമമായ പ്രേമം, അപരിമയമായിട്ട് ഇങ്ങനെ അനസ്യൂതം ഒഴുകിക്കൊണ്ടിരിക്കുന്ന പ്രേമത്തിന് എങ്ങനെയാണോ ബ്രഹ്മം രൂപം കൊണ്ടത്, അതുപോലെ തന്നെ രൂപം കൊണ്ടത് പ്രേമം രൂപം കൊണ്ടതാണ് രാധ. പ്രേമത്തിന്റെ രൂപമാണ് രാധ, പരമമായ പ്രേമത്തിന്റെ രൂപമാണ് രാധ. ആ രാധ ഭഗവാന്റെ വാമഭാഗത്ത് നിന്നുണ്ടായി. അത് നമ്മളെ പോലെയുള്ളവർക്ക് രണ്ടായിട്ട് തോന്നുന്നു. കാരണം രണ്ടല്ല, ഒന്ന് തന്നെയാണ്. കൃഷ്ണനും രാധയും രണ്ടല്ല. ശ്രീകൃഷ്ണ ഭഗവാനും രാധാറാണിയും ഒന്ന് തന്നെയാണ്. നമ്മളോടുള്ള കാരുണ്യം കൊണ്ട് രണ്ടായിട്ട് പ്രകടമാവുകയാണ് ഉണ്ടായത്. അപ്പോ അങ്ങനെയാണ് രാധ എന്ന് പറഞ്ഞാൽ പ്രേമമാണ്, പരമമായ പ്രേമം. ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്ത് ഭാഗവതത്തില്, ദേവി ഭാഗവതത്തില് പറയും, രാധാർച്ചന കൂടാതെ ആരും കൃഷ്ണപൂജാർഹനായില്ല. അതിനാൽ കൃഷ്ണഭക്തന്മാർ ചെയ്യണം രാധികാർച്ചനം. ഇത് മലയാളത്തിൽ പറഞ്ഞത് മൂലത്തിന്റെ ആ ഒരു മലയാളം വിവർത്തനമായിട്ട് സുബ്രഹ്മണ്യൻ തിരുമുമ്പിന്റെ ഒരു ഭാഗവതം അതിലുള്ള വരികളാണ്. അപ്പൊ അതിലെ രാധയെ പറ്റിയിട്ട് പറയുമ്പോ എല്ലാവിധത്തിലുള്ള ദേവീഭാവങ്ങളും രാധയിൽ നിന്നാണ്. അതായത് അമ്മയുടെ ഭാവമെല്ലാം പ്രേമത്തിന്റെ ഭാവങ്ങളാണ്. അമ്മ ഏത് രൂപം എടുത്താലും അത് അമ്മയുടെ സ്നേഹത്തിന്റെ പര്യായമാണ്. അമ്മ
അപ്പൊ അമ്മയുടെ ഏത് ഭാവവും ആ പ്രേമത്തിൽ നിന്ന് ഉണ്ടായതാണ്. അതില് ആ ഒരു സ്തുതി തന്നെയുണ്ട്. കൈതൊഴാം പരമേശാനി രാസമണ്ഡലവാസിനി രാസേശ്വരി നമിക്കുന്നേൻ കൃഷ്ണപ്രാണാധിക പ്രിയേ പ്രസാദിക്കുക മൂലോകമാതാവേ കരുണാർണവേ ബ്രഹ്മ വിഷ്ണു ശിവാദ്യന്മാർ തൊഴും കാൽത്താരിലും ശുഭേ തൊഴാം സരസ്വതി രൂപേ തൊഴാം സാവിത്രി ശങ്കരി ഗംഗ പത്മാവതി രൂപേ ഷഷ്ടി മംഗള ചണ്ഡികെ കൈതൊഴാം തുളസി രൂപേ തൊഴാം ലക്ഷ്മി സ്വരൂപിണി തൊഴാം ദുർഗേ ഭഗവതി കൈതൊഴാം സർവരൂപിണി. ആ സർവരൂപത്തിലുള്ളത് ആ ദേവി തന്നെയാണ്. ഗോലോകനാഥയാം രാധാദേവിയെ കൈതൊഴുന്നു ഞാൻ. ഇത് ദേവി ഭാഗവതത്തിലുള്ളതാണ്. അപ്പൊ 9ാമത്തെ സ്കന്ധത്തിലെ 1ാമത്തെ അധ്യായത്തിലാണ് അതൊക്കെ. ആ ഒരു ഭാഗം 9ാം സ്കന്ധത്തിലാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത് ദേവി ഭാഗവതത്തില്. അത് തുടങ്ങുന്നത് തന്നെ ഗണേശ ജനനി ദുർഗ ലക്ഷ്മി സരസ്വതി സാവിത്രി എന്ന് 5 ഭാവത്തില് രാധാറാണി 5 ഭാവത്തിൽ, അതായത് പ്രേമം പല രൂപഭാവങ്ങളിൽ വരുന്നു എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അപ്പോ ഈ ശ്രീകൃഷ്ണ ഭഗവാൻ സ്വയമേവ വന്നതാ അവതരിക്കാനായിട്ട് തീരുമാനമെടുത്തപ്പോ ആദ്യം തന്നെ രാധയോട് പറയാണ്. ആദ്യം ആ വൃന്ദാവനത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞു തിരുമേനി പറയണ കേട്ടു. ആദ്യം രാധ ജനിച്ചത് എന്നുള്ള കഥകൾ പറഞ്ഞു തന്നപ്പോ നമുക്ക് പറയണ്ടേ. അപ്പൊ അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ രാധ പരമപ്രേമമുള്ളവിടത്ത് മാത്രമേ ഭഗവാന് പ്രകടാവുള്ളൂ. ഭഗവാൻ പ്രകടാവണമെങ്കിൽ അവിടെ പ്രേമം ഉണ്ടാവണം. അപ്പൊ അതുകൊണ്ട് ആ പരമമായ പ്രേമത്തിനോട് രാധയോട് പറഞ്ഞു ആദ്യമേ തന്നെ ഭൂമിയിലേക്ക് പോയിട്ട് ആ ഭൂമിയില് വന്ന് അവതരിക്കും. അപ്പൊ വ്രജം എന്ന് പറഞ്ഞാൽ ആ വ്രജത്തില് വന്ന് അവതരിക്കും എന്നാ പറഞ്ഞപ്പോ അത് പറയുമ്പോ രാധാറാണിക്ക് ആ ഗോലോകത്തില് അല്ലാണ്ട്, അതായത് ഗോലോകം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളുടെയൊക്കെ ആ ഹൃദയപത്മത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത് എന്ന് പറയുന്നപ്പോ അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒരു ഇടത്തല്ലാണ്ട് ഇരിക്കാൻ സാധിക്കില്ല. ആ ഗോലോകധാമത്തിനല്ലാണ്ടെന്ന് അറിയാവുന്നത് കൊണ്ട് ഗോലോകത്തിൽ നിന്ന് തന്നെ അടർത്തിയെടുത്ത ഭാഗങ്ങളാണ് ഇവിടെ ഈ വൃന്ദാവനം എന്നാണ്. ഈ വൃന്ദാവനം ഗോലോകത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഇവിടെ സൃഷ്ടിസ്ഥിതികളൊക്കെ കഴിഞ്ഞ് ലയം വരുന്ന സമയത്ത് ഈ വൃന്ദാവനം നേരെ ഗോലോകധാമത്തിലാണ് ലയിക്കുക എന്നാ പറയാ. അത് കഴിഞ്ഞാൽ പിന്നീടും ഇത് വരുമ്പോ ഗോലോകധാമത്തിൽ നിന്ന് തന്നെയാണ് ഈ വൃന്ദാവനം ഉണ്ടാവുക. അപ്പൊ പ്രപഞ്ചത്തിലെ ഈ വൃന്ദാവന ഭൂമി ഗോലോകത്തിൽ നിന്നുണ്ടായതാണ്. അത്രയും മഹത്താണ് ഈ ഒരു മണ്ണിന്. നമ്മൾ നിൽക്കുന്നത് ഇപ്പൊ ഗോലോകത്ത്, അല്ലെ? ഗോലോകം നമ്മൾ കേട്ടപ്പോ നമ്മള് ആ ഗോലോകത്തിലെ മണ്ണിന് ചവിട്ടിട്ടാണ് അവിടെ നിൽക്കുന്നത്. രാധയോട് ആദ്യം പറയണു ഈ വൃന്ദാവനത്തിലേക്ക് വരും. കാരണം എല്ലാവരുടെ ഉള്ളിലും ആ ഒരു പ്രേമത്തിനെ നിറയ്ക്കണം. നമ്മുടെ ഉള്ളില് ആ ഈശ്വര പ്രേമം ഇല്ലാണ്ട് ഭഗവാനെ കിട്ടില്ല. നമ്മള് നിത്യം പാരായണം ചെയ്യുന്ന രാമായണം മുതലായിട്ടുള്ള ഗ്രന്ഥങ്ങളിലും ഭാഗവതത്തിലൊക്കെ പറയുന്ന എന്ത് പൂജ ചെയ്തിട്ടും എന്ത് വഴിപാട് കഴിച്ചത് കൊണ്ടോ അറിവുണ്ടായത് കൊണ്ടോ ഒന്നും എന്നെ കിട്ടില്ല. ഉള്ളില് ആ പ്രേമം ഉണ്ടാവണം എന്നാണ്. അപ്പോ ഈ രാധ എന്ന് പറഞ്ഞാൽ ആ പരമ പ്രേമം തന്നെയാണ്. അപ്പൊ പ്രേമം ആദ്യം ഈ വൃന്ദാവനത്തിൽ മുഴുവനും വന്ന് പ്രജവാസികളുടെ ഹൃദയത്തിൽ മുഴുവനും ഈ വൃന്ദാവനവാസികളുടെ ഹൃദയത്തിൽ മുഴുവൻ പരമപ്രേമം വന്ന് നിറയാ എന്ന പ്രേമത്തിന്റെ സ്വരൂപമായിട്ട് രാധാറാണി വ്രതത്തിലെ കീർത്തി, നമ്മള് ആ കീർത്തി മന്ദിർ കാണാൻ പോയി അല്ലെ? അവിടെ കണ്ടൂലോ ആ രാധാറാണിയുടെ വൃഷഭാനുവിനെയും കീർത്തി ദേവി ആ രാധാറാണിയും കൂടി ഇരിക്കുന്ന മനോഹരമായിട്ടുള്ള ആ വിഗ്രഹങ്ങളൊക്കെ കണ്ടു. അപ്പൊ അവിടെ ആ രാധാറാണി അവരുടെ അവരാണെങ്കിലോ അവര് തപസ് ചെയ്തതാണ്. കുറെ കാലം അവരുടെ പൂർവജന്മത്തിൽ അവര് ഒരു രാധയ്ക്ക് വേണ്ടി രാധയെ തപസ് ചെയ്തതാണ്. ആ തപസ് ചെയ്തപ്പോ അവർക്ക് കൊടുത്ത അനുഗ്രഹമാണ്
ഈ കാലത്ത് ദ്വാപരത്തിലെ ഒരു വൃന്ദാവനത്തിൽ വരുമ്പോ വൃന്ദാവനത്തിൽ വന്ന് ജനിക്കും. അപ്പൊ ഞാൻ തന്നെ പുത്രിയായിട്ട് വരാമെന്ന് രാധ അനുഗ്രഹിച്ചതാണ്. അങ്ങനെ അവരുടെ മക്കളായിട്ടാണ് രാധാറാണി. നമ്മള് ഇവിടെ ആചരിക്കുന്ന രാധാഷ്ടമിയൊക്കെ ആ ഋഷഭാനുപുത്രിയായിട്ടുള്ള രാധാറാണി വന്നതാണ്. പക്ഷെ നമ്മളെല്ലാവരും അറിയാണ്ട് ആചരിക്കുന്ന ഒരു പിറന്നാളുണ്ട് രാധയുടെ. അതാണ് വൃശ്ചിക മാസത്തിലെ കാർത്തിക. അത് ആ വൃശ്ചിക മാസത്തിലെ ആ കാർത്തിക നാളിലാണ് ശരിക്കും ആ ഗോലോകത്ത് വച്ചിട്ട് രാധാറാണി ഗോലോകത്ത് പ്രകടമായെന്നും ആ ഗോലോകത്തില് എല്ലാവരും കൂടിയിട്ട് ആ രാധയെ ഭഗവാൻ ആദ്യം തന്നെ തന്റെ കണ്ണുനീരുകൊണ്ട് ദേവിയുടെ പാദം കഴിയിച്ചു എന്നാണ് പറയുന്നത്. അതായത് പ്രേമം എവിടെയുണ്ടോ അവിടെ ഭഗവാൻ തുറക്കുള്ളൂ. ഇന്നലെ നമ്മള് പോയ അക്ഷയവടിയില് ചെന്നപ്പോ പറഞ്ഞ കസ്രത്ത് ഖാവ് എന്നാണ് അക്ഷയവടിന്റെ ആ സ്ഥലത്തിന്റെ പേര്. അത് വീട്ടിലെ എല്ലാ അസുരന്മാരും ഒക്കെ വന്ന് ആ അസുരന്മാരെയൊക്കെ ഭഗവാൻ തോൽപ്പിച്ച് കണ്ടപ്പോ രാധാറാണി പറയുന്ന ഇത്രയൊക്കെ ശക്തിയില്ലേ, എന്നെ തോൽപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. എന്നിട്ട് ആ ഗുസ്തിക്കാരുടെ വേഷത്തിൽ രണ്ടുപേരും കൂടിയിട്ട് ഗുസ്തി ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെ ഗോപന്മാരും ഗോപികമാരും രാധാറാണിയും കൃഷ്ണനും തമ്മിൽ അവിടെ ഗുസ്തി മത്സരം നടക്കുന്നുണ്ട്. നമ്മള് ഗാന്ധീരവനത്തിൽ പോയപ്പോ ഭഗവാന്റെ വിവാഹം നടന്ന രാധാകൃഷ്ണന്മാരുടെ വിവാഹം നടന്ന സ്ഥലത്ത് അവിടെ പോയപ്പോ അതിന്റെ ചിത്രമൊക്കെ മനോഹരമായ ചിത്രമൊക്കെ അവിടെ കണ്ടിരുന്നു ആ ഗുസ്തി മത്സരത്തിന്റെ. അപ്പോ ആ ഒരു ഗുസ്തി നടക്കുമ്പോ രാധാറാണിയുടെ അടുത്ത് കൃഷ്ണൻ തോറ്റുപോകും. അപ്പൊ രാധ പറയും, പ്രേമത്തിന്റെ മുമ്പിൽ മാത്രമേ ഞാൻ തോൽക്കുള്ളൂ, ബാക്കി ഒന്നിന്റെ മുമ്പിലും എനിക്ക് തോൽക്കില്ല. പക്ഷെ എവിടെയുണ്ടോ ആ പ്രേമം അവിടെ ഞാൻ തോൽക്കും. അപ്പോ അതുകൊണ്ട് ആ പ്രേമം ഉള്ളിടത്ത് എനിക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ആദ്യം തന്നെ രാധയെ വൃന്ദാവനത്തിലേക്ക് പറഞ്ഞയച്ചത്. രാധ വൃന്ദാവനത്തിൽ വന്ന് എല്ലാവരുടെ ഹൃദയത്തിലും ആ പ്രേമത്തിനെ നിറച്ചു. ഈ വൃന്ദാവനവാസികള് വ്രജവാസികൾ എപ്പോഴും ആ സ്നേഹമാണ്, അവർക്ക് എപ്പോഴും സന്തോഷമാണ്. ഉള്ളില് ആ സ്നേഹമുള്ളവർക്ക് മാത്രമേ സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റൂ, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുള്ളൂ. അപ്പോ ഇവിടെ ആ വ്രതത്തിൽ വന്ന രാധ അവതരിക്കുന്നു. രാധയുടെ തന്നെ അംശമാണ്. നമ്മള് ഭാഗവതത്തില് പറയും, ഭഗവതിയോട് ഭഗവാൻ പറയുന്നുണ്ട്, അവിടെ വ്രജത്തില് പോയിട്ട് തന്റെ സഹോദരി ഭാവത്തില് ജനിക്കുന്നത് രാധയുടെ തന്നെ അംശം തന്നെയാണ് ഈ ഭഗവതി. കാരണം പ്രേമത്തിന്റെ പല ഭാവങ്ങളാണ്, സഹോദരിയായിട്ടും പുത്രിയായിട്ടും അതുപോലെ സഖിയായിട്ടും അമ്മയായിട്ടും ഏതെല്ലാം ഭാവങ്ങളുണ്ടോ, അച്ഛന്റെ വാത്സല്യം, ഏതെല്ലാം നമ്മളുടെ ഉള്ളിലെ ഏതെല്ലാം സ്നേഹത്തിന്റെ ഭാവങ്ങളുണ്ടോ അതിൻ്റെയൊക്കെ പരമമായ രൂപമാണ് ശ്രീരാധ. അത്രയും മഹത്വമാണ് രാധയ്ക്ക്. അതാണ് രാധയുടെ മഹത്വം. പ്രേമമാണ് എന്ന് തിരിച്ച് അറിഞ്ഞതാണ് ഇവിടെ ഈ വ്രതം, ഈ വൃന്ദാവനം തിരിച്ചറിഞ്ഞു. വ്രജം എന്ന് മുഴുവനും പറയാൻ പറ്റിയ വൃന്ദാവനത്തിലാണ് ആ പ്രേമം കൂടുതലായിട്ട് പ്രകടാവുക. അപ്പൊ ഈ വൃന്ദാവനത്തിലെ ദേവിയുടെ രാധയുടെ തന്നെ അംശമായിട്ട് ലക്ഷ്മി ഒക്കെ രാധയുടെ അംശമാണ്. നേരത്തെ പറഞ്ഞ ആ കീർത്തനത്തിൽ പറയുന്നുണ്ട്, പഞ്ചപ്രകൃതിയായിട്ട് 5 വിധത്തിലുള്ള പ്രകൃതിയായിട്ട് രാധ തിരിഞ്ഞു. അതിലൊരു ഭാഗമാണ് ലക്ഷ്മി. അപ്പൊ ലക്ഷ്മി ഇപ്പോഴും നമ്മൾ കണ്ടു ലക്ഷ്മിയുടെ ഒരു ക്ഷേത്രം. ആ ലക്ഷ്മി തപസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? വൃന്ദാവനത്തിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ ലക്ഷ്മിയെ വൃന്ദാവനത്തിലേക്ക് വരാൻ സമ്മതിക്കും. രാധാറാണിയെ തപസ് ചെയ്യുമ്പോ രാധാറാണി പ്രത്യക്ഷപ്പെടും. അപ്പൊ എന്താ വരം വേണ്ടതെന്ന് ചോദിക്കുമ്പോ എനിക്ക് വൃന്ദാവനത്തിലേക്ക് വരണം എന്നാണ് പറയുന്നത്. അപ്പൊ പറയുന്നത് രാധാറാണി ലക്ഷ്മിയോട് പറയുന്നത്, ലക്ഷ്മിക്ക് ഒരു മഹാബാബ ഉണ്ടായിട്ടുണ്ട്. ആ മഹാബാബ എന്താന്ന് വെച്ചാൽ ലക്ഷ്മിക്ക് ഒരു സാധ്യതയാണ് അത്ര. കാരണം ഭഗവാൻ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവണം, എന്റെ ഭർത്താവ് എന്റെ കൂടെ ഉണ്ടാവണം എന്ന് ഒരു സാധ്യതയാണ്. അപ്പൊ നമ്മള് ശ്രീകൃഷ്ണ ഭഗവാനോട് കൂടുതൽ അടുക്കുമ്പോ എന്താ ചെയ്യാന്ന് വെച്ചാൽ ലക്ഷ്മി ദേവി ആദ്യം അനുഗ്രഹിക്കും, എന്നിട്ട് കുറെ ധനവും സമ്പത്തും ഒക്കെ നമുക്ക് തരും. അപ്പൊ അത് തരുമ്പോ നമ്മള് ഭഗവാനെ വന്നിട്ട് അതിന്റെ പിന്നാലെ പോകും.
ഓരോന്നൊക്കെ കിട്ടുമ്പോ അതിന്റെ പിന്നാലെ പോകുമ്പോ അങ്ങനെ ആ ഭക്തന്മാരെ ഭഗവാനിൽ നിന്ന് അകറ്റിയാണ്, പരോക്ഷമായിട്ട് അകറ്റിയിട്ട് ആ സ്വാർത്ഥത കൊണ്ടാണ്. അപ്പൊ അതിന്റെ ഭാവമാണ് അത്ര ലക്ഷ്മി ദേവിക്ക് ഇവിടെ വ്രജവാസി ഇവിടെ ഉള്ളവരൊക്കെ പറഞ്ഞു കേട്ട കഥകളാണ് കേട്ടോ അതൊക്കെ. ഓരോ സമയത്ത് വരുമ്പോഴും ധാരാളം കഥകൾ ഇവിടെ നിന്ന് കേൾക്കാൻ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഓരോരുത്തരുടെ അടുത്ത് നിന്ന് ഇവിടെ കൂടുതലും ഇവിടെ ഇരുന്ന് ഇതൊക്കെ പറയുമ്പോൾ എപ്പോഴും മനസ്സിൽ നിറഞ്ഞു നിൽക്കണ രണ്ട് മുഖങ്ങള്, ഒന്ന് ഇവിടുത്തെ നായർജിയുടെ, പിന്നെ ഇവിടെ മറ്റൊരു മഹാത്മാവ് ഉണ്ടായിരുന്നു ഗോപാൽജി. എല്ലാവരും ഇവിടെ വന്നിട്ട് ഇതുപോലെ നമ്മളൊക്കെ വന്ന് ഉച്ച നേരാകുമ്പോ റൂമിൽ പോയി വിശ്രമിച്ചോളൂ, ഇനി 2:30 വന്നാൽ മതി എന്നൊക്കെ പറയുമ്പോ ഞാൻ പോവാറില്ല, എവിടെ ഇരിക്കും. അപ്പൊ നായർക്ക് ധാരാളം കഥകളെ വ്രജത്തെ പറ്റിയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അദ്ദേഹത്തിലൂടെ അറിഞ്ഞതാണ് ഒരു രാധാറാണിയെ പറ്റി എത്ര കേട്ടാലും മതിയാവാത്ത ഒരു ഇഷ്ടം ഉള്ളിലുള്ളത് കൊണ്ട് ഒരുപാട് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഓരോ സ്ഥലത്ത് ചെന്ന് ചിലപ്പോ ഏകാന്തത്തിൽ എവിടെങ്കിലും പോയി ഇരിക്കാനോ തോന്നണേങ്കിൽ അവിടെ തോന്നുമ്പോ ആരെങ്കിലും ഇതുപോലെ അടുത്ത് വന്നിരിക്കും, എവിടുന്നാ വരണേന്നൊക്കെ ചോദിക്കും. അത് കഴിഞ്ഞ് ഇവിടുത്തെ കഥ എന്താണെന്നറിയോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ പറഞ്ഞൊക്കെ തരും. അപ്പൊ കേട്ടാൽ മനസ്സിലാവണം, ഹിന്ദി കേട്ടാൽ മനസ്സിലാവണത് കൊണ്ട് ആ കഥകളൊക്കെ രാധാറാണിയെ പറ്റിയിട്ടാവുമ്പോഴും ഒരുപാട് അങ്ങനെയാണ് ഈ പറയുന്ന കഥകളിന്റെ ഒരു ആധികാരിക പ്രമാണം ഒക്കെ എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെയുള്ള വ്രജവാസികൾ പറഞ്ഞ കഥകൾ തന്നെയാണ്. പിന്നെ ഗ്രന്ഥങ്ങളിലെ ഒക്കെ രാധയുടെ പറ്റിയിട്ട് ഏതെങ്കിലുമൊക്കെ ഗ്രന്ഥം ഉണ്ടെങ്കിൽ അതൊക്കെ വായിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടും കുറച്ച് കാര്യങ്ങള് അങ്ങനെ മനസ്സിലായിട്ടുണ്ട്. ഇപ്പോ മഹാലക്ഷ്മിയുടെ ഈ കഥയൊക്കെ ഇവിടെ പറഞ്ഞു കേട്ടിട്ടുള്ള കഥയാണ്. അങ്ങനെ ആ മഹാലക്ഷ്മിക്ക് അതുകൊണ്ട് വരാൻ സാധിക്കണില്ല. പക്ഷെ രാധാറാണി കഴിഞ്ഞു. കാരണം രാധ പ്രത്യക്ഷമായി കഴിഞ്ഞാൽ ഒരു വരം തരാം. അപ്പൊ അംശമായിട്ട് രാധയുടെ അംശം തന്നെയാണ് ലക്ഷ്മി. അപ്പൊ ആ ലക്ഷ്മിയുടെ ഒരു അംശമായിട്ട് വൃന്ദയായിട്ട് തുളസിയായിട്ട് ജനിക്കാൻ ഇടവരും. അപ്പൊ വൃന്ദ എന്ന പേരില് ആദ്യം ജനിക്കുകയാണ്. എനിക്ക് ഓരോ പേരുകളൊക്കെ എനിക്ക് അത്ര ഓർമ്മ നിൽക്കില്ല, കഥകൾ ഓർമ്മ നിൽക്കണ പോലെ കേട്ടോ. അപ്പൊ കാലദേവിയുടെ മകളായിട്ട് എന്നാണെന്ന് തോന്നുന്നു എനിക്ക് വൃന്ദ എന്ന പേരില് ലക്ഷ്മി ജനിച്ചത്. അപ്പോ ആ സമയം ആ കഥ ഇവിടെ പറയുണ്ടായി. വൃന്ദാകുണ്ടിന്റെ കഥ പറഞ്ഞപ്പോ ജലന്ധരൻ എന്നുള്ള ഒരു അസുരന്റെ, അത് ശരിക്കും ജലന്ധരൻ ഉണ്ടാവാനായിട്ട് ഒരു കാരണമായിട്ട് പറയണത് എന്താന്ന് വിചാരിച്ചാൽ ഇന്ദ്രനെ ഒരിക്കൽ തോന്നി എന്നെ എല്ലാവരും വേണ്ടതുപോലെ ഞാൻ വകവയ്ക്കണില്ല. ശിവ മഹാദേവനൊക്കെ ഒരു എന്നോട് അത്ര എന്നെ വില വയ്ക്കണില്ല മഹാദേവനോട്. അപ്പൊ അതിന്റെ കാരണം അറിയണം എന്നൊക്കെ വിചാരിച്ച് മഹാദേവനെ ജയിക്കണം എന്ന് തോന്നി. ഇടയ്ക്കൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെ എന്താണ് ഒറ്റ എല്ലിന്റെ ഇടയിൽ കയറുമ്പോ ചിലവർക്ക് തോന്നുകയെന്ന് പറയുന്നത്. അതുപോലെ ആ ഒരു സ്ഥാനത്തിന്റെ അഹങ്കാരം വരുമ്പോ തോന്നലാണ് ഇതൊക്കെ. അങ്ങനെ ഇന്ദ്രൻ മഹാദേവന്റെ അടുത്തേക്ക് ചെല്ലണം. മഹാദേവന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ ഇന്ദ്രൻ വരണ്ടെന്ന് ഇവരുടെയൊക്കെ ആ ഇച്ഛ തന്നെ എന്താണെന്ന് അറിയണ ആളാണല്ലോ മഹാദേവൻ അവിടെ ഒരു ദ്വാരപാലകന്റെ രൂപത്തിൽ അവിടെ നിന്നു. ഒരു അദ്ദേഹത്തിന്റെ ഒരു ഭൂതഗണത്തിന്റെ രൂപത്തിൽ അവിടെ നിന്നു. എന്നിട്ട് അകത്തേക്ക് കടക്കാൻ പോയപ്പോൾ കടക്കാൻ പറ്റിയെന്ന് തടഞ്ഞു. അപ്പൊ എന്നെ തടയാൻ ആരാ? ഞാൻ ദേവേന്ദ്രനാണ്. അപ്പൊ എന്നാലും കടക്കാൻ പറ്റില്ല, അവിടെ സ്വാമിയുടെ അനുവാദം ഇല്ലാണ്ട് കടക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നിങ്ങളുടെ സ്വാമിയോട് യുദ്ധം ചെയ്ത് ജയിക്കാനാ വന്നേ എന്ന് അഹങ്കാരത്തോട് കൂടിയിട്ട് പറയാം. അപ്പൊ എന്നാ അതിനു മുമ്പ് എന്നോടൊന്ന് യുദ്ധം ചെയ്തിട്ട് ജയിച്ചിട്ട് എന്നെ തോൽപ്പിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ പറയും. അങ്ങനെ ആ മഹാദേവനോട് യുദ്ധം ചെയ്തിട്ട് ഈ അഹങ്കാരത്തിന്റെ അത്രയും യുദ്ധത്തിന് മുഴുവനും ആ അഹങ്കാര ഭാവം നഴിച്ചു കണ്ടപ്പോ മഹാദേവന്റെ ഉള്ളിന് കോപം നിറഞ്ഞു വന്നു. ആ കോപത്തോടു കൂടിയിട്ട് ഇരിക്കണ ആ മഹാദേവൻ അവസാനം ഇന്ദ്രൻ തോറ്റു കഴിഞ്ഞപ്പോ ഇന്ദ്രന് മനസ്സിലായി ഇത് മഹാദേവനാണെന്ന്. അപ്പൊ ആ പാദത്തിൽ വീണ് മാപ്പൊക്കെ ചോദിച്ചപ്പോ ചെയ്ത തെറ്റിന്റെ ഫലം അനുഭവിക്കാണ്ട് ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ കോപം അദ്ദേഹത്തിനുണ്ടായ കോപത്തിൽ നിന്ന് ആ കോപം ജ്വലിച്ച ഒരു അണ്ഡമായിട്ട് വന്നിട്ട് ആ കോപത്തിൽ നിന്നാണ് അത്ര ജലന്ധരൻ എന്നുള്ള ആ അസുരൻ ഉണ്ടായത്. ഇപ്പൊ എല്ലാവരും ആ ശിവഭഗവാനിൽ നിന്നുണ്ടായതുകൊണ്ട് അത്രയും ശക്തിമാനും
ഒക്കെ ആയിരുന്നു. അപ്പൊ ശിവഭഗവാനിൽ നിന്ന് ഉണ്ടായതുകൊണ്ട് ദേവപക്ഷത്തിലായിരിക്കും എന്നാണ് ചിന്തിച്ചത്. പക്ഷെ ദേവപക്ഷത്തല്ല ചേർന്നത്, അസുരപക്ഷത്തിൽ ചേർന്നു. അങ്ങനെ ആ അസുരപക്ഷത്ത് ചേർന്ന സമയത്ത് കാലദേവിയുടെ പുത്രിയായിട്ടുള്ള വൃന്ദയെ വിവാഹം കഴിച്ചു. വൃന്ദ വിഷ്ണു ഭക്തിയാണ്. വൃന്ദ തന്റെ ആ പതിയെ തന്നെ ധ്യാനിച്ചിരിക്കുകയാണല്ലോ, വിഷ്ണു ഭക്തിയാണ്. വിഷ്ണു പൂജയിലെ വൃന്ദ പതിവൃതയായിട്ടില്ല. ആ വൃന്ദയുടെ ആ പാതിവൃത്യത്തിൽ കാരണമുള്ള ജലന്ധരനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. ശിവഭഗവാന് പോലും ആ പാതിവൃത്യത്തിന്റെ മുമ്പില് തോൽപ്പിക്കാൻ സാധിച്ചില്ല എന്നാണ് പറയണത്. അങ്ങനെ ആ പാതിവൃത്യത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ മാത്രമാണ് ശിവഭഗവാന് ഈ ജലന്ധരനെ വധിക്കാൻ സാധിക്കുള്ളൂ. അപ്പോ അതിന് എന്താ മാർഗം എന്നാലോചിച്ചിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ജലന്ധരൻ ആ ഭഗവാനോട് യുദ്ധം ചെയ്തിട്ട് തളർന്ന ഒരവസ്ഥയില് തളരുന്ന ഒരവസ്ഥയിൽ എന്ത് ചെയ്തു, അവിടുന്ന് പെട്ടെന്ന് മറഞ്ഞിട്ട് ശിവഭഗവാന്റെ രൂപം ധരിച്ചിട്ട് പാർവതി ദേവിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ജലന്ധരനെ വധിച്ചു എന്ന് പറഞ്ഞ് പ്രേമത്തോടു കൂടിയിട്ട്, പ്രേമപാരവശ്യത്തോടു കൂടിയിട്ട് ആ പാർവതിയെ പ്രാപിക്കാനുള്ള ഭാവത്തോടു കൂടി ശിവഭാവത്തിൽ ചെന്നു. അപ്പൊ പാർവതിക്ക് പക്ഷെ അത് ജലന്ധരനാണെന്ന് ആ മഹാദേവനെ പാർവതിക്ക് അറിയാലോ. അപ്പൊ ദേവി ആ ദുർഗയുടെ രൂപം എടുത്തിട്ട് ദുർഗയായിട്ട് ചെന്ന് ജലന്ധരന്റെ നേരത്തെ ചെന്നപ്പോ ജലന്ധരന് മനസ്സിലായി ദേവി പാർവതിയുടെ ആ ഒരു ശക്തി. അവിടെയും ആ ശിവനേക്കാളും ഒരു ഭയം തോന്നിയിട്ട് അവിടെ നിന്ന് തിരിച്ചു പോന്നു. അപ്പൊ ഇതൊരു തെറ്റാണ് ചെയ്തത് ജലന്ധരൻ. അപ്പൊ അത് തന്നെ സാക്ഷാൽ വിഷ്ണു ഭഗവാനും അതേ തെറ്റ് തന്നെ ആവർത്തിച്ചിട്ട് വീണ്ടും ശിവനും ജലന്ധരനും കൂടി യുദ്ധം ചെയ്യുന്ന സമയത്ത് വിഷ്ണു ഭഗവാൻ ജലന്ധരന്റെ രൂപം ധരിച്ചിട്ട് അത് വൃന്ദയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഞാനിതാ ജലന്ധരനെ മഹാദേവനെ ജയിച്ചു എന്ന് പറഞ്ഞു ചെന്നു. അപ്പോ പെട്ടെന്ന് തന്നെ ആ വൃന്ദ പൂജ്യം നിർത്തി എഴുന്നേറ്റ് ചെന്ന് വിഷ്ണുവിന്റെ അടുത്തേക്ക് ചെന്നു. അപ്പൊ പൂജ നിർത്തിയ ആ സമയത്ത് ഇവിടെ മഹാദേവൻ ആ ജലന്ധരനെ വധിച്ചു. ജലന്ധരനെ വധിച്ച സമയത്ത് തന്നെ ദേവിയുടെ താലി വൃന്ദാദേവിയുടെ താലി അറ്റ് താഴെ വീണപ്പോ മനസ്സിലായത് ജലന്ധരനല്ലാന്ന്. അപ്പോ ഭഗവാൻ സാക്ഷാൽ തന്റെ വിഷ്ണു രൂപത്തിൽ അവിടെ പ്രകടമായപ്പോ മഹാലക്ഷ്മി ശപിക്കുകയുണ്ടായി. ഭഗവാനെ ശപിച്ചു. ഭഗവാനോട് പറഞ്ഞു, കല്ല് പോലെ എന്റെ ഭർത്താവിന്റെ മരണം അവിടെ നടക്കുന്ന സമയത്ത് എന്റെ മുമ്പിൽ കല്ല് പോലെ നിന്നത് കൊണ്ട് അന്ന് ശിലയായിട്ട് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അതും ഭഗവാന്റെ ഇച്ഛ തന്നെയായിരുന്നു. ആ ശാപം പാതിവൃത്യത്തിന്റെ ശക്തി കൊണ്ട് ഭഗവാൻ ആ ഗണ്ഡകി നദിയിലെ ശിലയായിട്ട് വന്നു വീണു. അതാണ് സാളഗ്രാമമായിട്ട് നമ്മളൊക്കെ പൂജിക്കുന്ന സാളഗ്രാമം. ആ സാളഗ്രാമത്തിനോടുകൂടെ അപ്പോ ഭഗവാൻ പറഞ്ഞു, നീ ഒരു ചെടിയായിട്ട് വളരട്ടെ, നീ വൃന്ദ തുളസി എന്നുള്ള പേരിൽ ചെടിയായിട്ട് ജനിക്കും. എന്നിട്ട് എന്നോട് കൂടെ ചേരാനല്ലേ തപസ് ചെയ്തിരുന്നത്, എന്നോട് കൂടി ചേരും. ആരൊക്കെ സാലഗ്രാമത്തിൽ വെച്ച് പൂജിക്കുന്നുണ്ടോ അവരൊക്കെ തുളസി കൂടാണ്ട് സാലഗ്രാമ പൂജ ഉണ്ടാവില്ല. എന്റെ ഏത് പൂജയ്ക്കും തുളസി എടുക്കാണ്ട് പറ്റില്ല. അപ്പൊ അങ്ങനെ ആ തുളസിയായിട്ട് ജനിക്കുക, അതും വൃന്ദാവനത്തില് എത്തണം എന്നാണ് മഹാലക്ഷ്മിയുടെ അംശം കൊണ്ട്. അങ്ങനെയാണ് ആ വൃന്ദാദേവിയാണ് ഇവിടെ നിറഞ്ഞ് ആ വൃന്ദാദേവി തുളസിയായിട്ട് ഇവിടെ വൃന്ദാവനത്തിൽ ജനിച്ചു. അതാണ് വൃന്ദാദേവി. ആ രാധാറാണി വൃന്ദാദേവിക്ക് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഖി, ഏറ്റവും പ്രിയപ്പെട്ട ഒരു സേവകയുടെ സ്ഥാനമാണ് കൊടുത്തത്. ഏറ്റവും പ്രിയപ്പെട്ട സേവകയാണ്. അപ്പൊ ഇവിടുത്തെ എല്ലാവിധത്തിലുള്ള അധികാരങ്ങളും ഈ വൃന്ദാവനേശ്വരിയായിട്ടുള്ള രാധാറാണി ആരെ ഏൽപ്പിച്ചു? വൃന്ദാദേവിയെ ഏൽപ്പിച്ചു.
അപ്പൊ ആ വൃന്ദയുടെ കയ്യിലും ഒരു തത്തയുണ്ട്, വൃന്ദയുടെ സഖിയായിട്ട് ഒരു തത്തയുണ്ട്. ഒരു ദക്ഷ എന്നാണ് തത്തയുടെ പേര്. മഞ്ഞ നിറത്തിൽ നമ്മൾ വൃന്ദായുടെ ക്ഷേത്രത്തിൽ ചെന്ന സമയത്ത് ആ വിഗ്രഹത്തിലെ തത്ത അവിടെ കാണാം. കണ്ടവരുണ്ടോന്ന് വിചാരിക്കണം. അവിടെ ആ തത്തയെ കാണാം. ആ തത്തയ്ക്ക് അനേകം സഖിമാരുണ്ട്. അവർക്കും കുറെ സഖിമാരുണ്ട്. അപ്പൊ ഇവരൊക്കെ ഈ വൃന്ദാവനത്തിൽ നിറച്ചുള്ളത് ഈ വൃന്ദാദേവിയുടെ നിർദ്ദേശപ്രകാരം വന്നിരിക്കുന്ന സേവികമാരാണ്. വൃന്ദയുടെ സേവികമാരാണ്, ദക്ഷയുടെ സേവികമാരാണ്. അവര് വൃന്ദാവനത്തിൽ ഇങ്ങനെ ഓരോരുത്തരും നടക്കുമ്പോ ഓരോരുത്തരെയും ശ്രദ്ധിക്കാൻ ഓരോരോ തത്തകളുണ്ടെന്ന് പറയാം. അവര് നമ്മളുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും. എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് നടക്കണം, എങ്ങനെ ഇരിക്കണേ, നമ്മുടെ ഭക്തിഭാവങ്ങള്, നമ്മുടെ എല്ലാ ഭാവവും പറഞ്ഞിട്ട് രാധയ്ക്ക് അത് വൃന്ദയെ അറിയിക്കും. വൃന്ദ രാധാറാണിക്ക് അത് സമർപ്പിക്കും. അങ്ങനെ ഓരോ ചലനം പോലും നമുക്ക് നമ്മളെ അറിയാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അത്രയും ശ്രദ്ധിച്ചിട്ട് വേണം വൃന്ദാവനത്തിലൂടെ, ബാക്കിയുള്ള സ്ഥലത്തല്ല, ഈ വൃന്ദാവനത്തിലൂടെ ഓരോ പദം വയ്ക്കുമ്പോഴും രാധാനാമം ജപിക്കുന്നത് നമ്മുടെ ഉള്ളിലെ പരമമായ പ്രേമം ഉണ്ടാവാനാണ്. ആ പരമമായ പ്രേമം ഉണ്ടെങ്കിൽ മാത്രമേ ശ്രീകൃഷ്ണ അനുഭവം ഉണ്ടാവുള്ളൂ. ആ പ്രേമത്തിന് വേണ്ടിയിട്ടാണ് രാധാനാമം ജപിച്ചുകൊണ്ട് നടക്കുന്നത്. എപ്പോഴും രാധയ്ക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത്. അതാണ് നമ്മുടെ ഉള്ളില് ആ പരമമായ ആ പ്രേമമാണ് ഉണ്ടാവുന്നത്. കഴിഞ്ഞ ദിവസം തിരുമേനി പറയണ്ടായി, രാധ രാധ എന്ന് നമ്മൾ ജപിച്ചാൽ തത്തകളെ തിരിച്ച് ജപിക്കുന്നത് കേൾക്കാൻ വളരെ അപൂർവമാണ്. കേൾക്കാൻ അത്രയും ഭാഗ്യമാണെങ്കിലേ കേൾക്കുള്ളൂ. പക്ഷെ ഇത്രയും കാലം വൃന്ദാവനത്തിൽ വന്നിട്ട് ഇത്തവണ ഗോവർദ്ധന പരിക്രമയുടെ ഇടയില് അത് കേട്ടു. ഞങ്ങള് രണ്ടുപേരും കേട്ടു. പിന്നെ വേറെ ഏതോ ഒരു അമ്മയും കൂടി കേട്ടു. അമ്മ ചോദിക്കുകയും ചെയ്തു, രാധേ രാധേ എന്ന്. അത് ആരാന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ പിന്നിൽ നടന്നിരുന്നു. അത് നമ്മള് രാധേ രാധേ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചു ദൂരം രാധേ 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 പറഞ്ഞ് കൂടെ ഉണ്ടായിരുന്നു. അത് ആരാന്നറിയില്ല. ഒരമ്മ നമ്മുടെ പിന്നിലുണ്ടായിരുന്ന അമ്മ ആരാ ചോദിച്ചത് എനിക്കറിയില്ല. രാധ അവര് തിരിച്ചു വിളിക്കുകയല്ലേ എന്ന് ചോദിച്ചു. രാധ എന്നുള്ള പേര് പറയുന്ന കേട്ടപ്പോ അമ്മയാണോ ചോദിച്ചത്? രാധ അവരിപ്പോ തിരിച്ചു പറയാണോ എന്ന് ആരോ ചോദിച്ചു. അപ്പൊ അങ്ങനെ ഒരു അനുഭവം ശരിക്കും അതൊക്കെ ഈ വൃന്ദാവനം സത്യമാണ്. ഈ പറയുന്നതൊക്കെ സത്യമാണ്. അത് നമുക്ക് അനുഭവമാവും എന്നുള്ളതൊക്കെ അത് ഇതിലൂടെ നമുക്ക് അറിയാൻ പറ്റും. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നമുക്ക് ആ രാധയുടെ മഹത്വം അറിയാൻ പറ്റും. ഓരോരുത്തരിലും ആ പരമപ്രേമം ഉണ്ടാവുക വെച്ചാൽ നമ്മുടെ ഹൃദയത്തില് സ്നേഹം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരോടും ഒരു ഭേദബുദ്ധി ഇല്ലാണ്ട് എല്ലാവരോടും ഒരുപോലെ പെരുമാറാനായിട്ട് സാധിക്കും. ഇവിടെ വന്ന് ഈ വൃന്ദാവനത്തിലുള്ള ഒരു തരി മണ്ണ് മുതല് ഇവിടെയുള്ള എല്ലാം അങ്ങനെ വന്നതാണെന്ന് പറയണ ഈ വൃന്ദാവനത്തിൽ. ഇപ്പോഴും നിത്യരാസം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. നിത്യരാസം എന്ന് വെച്ചാൽ ആ പരമപ്രേമം, ആ ലയമാണ്. അതായത് ശ്രീകൃഷ്ണ ഭഗവാനിലേക്ക് നിന്ന് പുറത്തേക്ക് ഒഴുകിയ ആ രാധയാകുന്ന പ്രേമം ധാര പോലെ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലൂടെ വീണ്ടും ചെന്ന് ഭഗവാന്റെ പാദത്തിൽ ചേരുന്ന ഒരു ലയം, ഒരു സംക്രമണമാണ് നടക്കുന്നത്. അതാണ് ഭഗവാനിലേക്ക് ചേരുക. അപ്പൊ നമ്മുടെ ആ രാധാ പ്രേമമായി നമ്മുടെ ഉള്ളിൽ നടക്കുമ്പോ എല്ലാവരെയും നമുക്ക് ഒരുപോലെ സ്നേഹിക്കാൻ സാധിക്കും. എല്ലാവരുടെ ഉള്ളിലും ആ സ്നേഹം നിറഞ്ഞാൽ നമുക്ക് ഭേദബുദ്ധിയൊന്നും ഉണ്ടാവില്ല. എല്ലാവരും ഒരുപോലെയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. രാധേശ്യാം എല്ലാവരും ഒരുപോലെ ആ ഒരു ഭാവത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കണം. അപ്പോഴാണ് നമ്മുടെ ഉള്ളിലേക്ക് രാധാഭാവം ഉണ്ടാവണം. നമ്മളെല്ലാവരും രാധയായിട്ട് മാറണം. രാധയ്ക്ക് ഒരേ ഒന്ന് മാത്രമേ ഉള്ളൂ, ഭഗവാനിൽ അലിഞ്ഞു ചേരണം എന്നുള്ള ഭാവം മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ആ രാധാഭാവം നമ്മുടെ ഉള്ളിൽ നിന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് രാധാനാമം ജപിക്കാൻ പറയുന്നത്. നമ്മുടെ ഉള്ളിൽ ആ ഇഷ്ടത്തോടു കൂടിയിട്ട് നമ്മള് നടക്കണം. വൃന്ദാവനത്തില് പോകുമ്പോ
ഇതിനിടയ്ക്ക് പലരും വൃന്ദാവനത്തിൽക്കൂടെ നടക്കുമ്പോ പറയും ഇത്രയും നല്ല ഈ വൃന്ദാവന ഭൂമി കണ്ടിട്ട് ഈ വൃന്ദാവന ഭൂമിയുടെ എന്തെല്ലാം വൃത്തികേടുകളാണ് കാണുന്നത്. ദേഷ്യം എന്തെല്ലാം എത്ര വൃത്തികേടാ കാണുന്നത്, അവിടെ ഇവിടെയൊക്കെ വൃത്തികേട് കാണുന്നു. അത് ശരിയല്ല, ഇത് ശരിയല്ല എന്നൊക്കെ നമ്മൾ പറയുന്നത് നമ്മുടെ കൂടെ പറയുമ്പോ കേട്ടു. ഈ വൃത്തികേടുകള് ഈ പുണ്യഭൂമിയില് ഈ മാലിന്യങ്ങള് എങ്ങനെയാ നിറഞ്ഞത്? നമ്മളെ പോലെയുള്ള ആൾക്കാരെ ചെയ്തതുകൊണ്ടാണ് മാലിന്യം. ഭൂമി സ്വയം മലിനപ്പെടുകയല്ല ചെയ്തത്, അല്ലാതെ നമ്മള് മനുഷ്യന്മാരാക്കിയിട്ടാണ് മാലിന്യം. കാണുമ്പോ നമ്മൾ പറയും ആ മാലിന്യം അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മളായാലും ഒരു ചായ മേടിച്ചു കഴിഞ്ഞാൽ ആ ഗ്ലാസ് കിട്ടിയാൽ അവിടെ വെച്ചത് പോലും. ഈ മാലിന്യത്തെ പറ്റി പറയുന്നത് നമ്മൾ തന്നെയാണ്. നമ്മളൊരാൾ ചെയ്യണ പോലെ പലരും ചെയ്യുമ്പോ അങ്ങനെയുള്ള മാലിന്യങ്ങളോടൊന്ന് അറിയണം. അപ്പൊ ഈ ഭൂമിയെ മലിനപ്പെടുത്തിയത് നമ്മൾ തന്നെയാണ്. ഇനിയിപ്പോ ഗോലോകധാമത്തിലാണ് രാധാകൃഷ്ണന്മാരിരിക്കണെന്ന് പറഞ്ഞു. ഈ രാധാകൃഷ്ണന്മാരെ നമുക്ക് അനുഭവമാവാത്തതിന്റെ കാരണവും ഇതുപോലെയുള്ള മാലിന്യം തന്നെയാണ്. ഗോലോകം എന്ന് പറയുന്നത് എന്താ? ശരിക്കും അതിന്റെ അടിസ്ഥാനം ഓരോരുത്തരുടെയും ഉള്ളിൽ ആത്മാവായിട്ടിരിക്കുന്നത് അല്ലെ ഭഗവാനല്ലേ? എല്ലാവർക്കും ഉള്ളിൽ ആത്മാവായി വിളങ്ങും കൃഷ്ണൻ അല്ലെ? എല്ലാവർക്കും ഉള്ളിൽ ആത്മാവായിട്ട് ആ ഭഗവാൻ, ആ ശ്രീകൃഷ്ണ ഭഗവാൻ അല്ല. ആ കൃപ കൊണ്ടുടലിൽ ആ കൃപ കൊണ്ടാണ് ഒരു രൂപമെടുത്തിട്ട് എല്ലാവർക്കും ഉള്ളിൽ ആത്മാവായി വിളങ്ങും കൃഷ്ണൻ ഈ വിധം കൃപ കൊണ്ടുടകൊണ്ട് ഇവിടെ ഭൂമിയിൽ വന്ന് കളിക്കണമെന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ ഭഗവാൻ, അപ്പൊ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ആരുള്ളത്? ശ്രീകൃഷ്ണ. ആ ഗോലോകധാമം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലാണ്. നമ്മളോടുള്ള കൃപ കൊണ്ട് ഭഗവാൻ ആ രൂപത്തില്, പരമമായ രൂപത്തില് നമ്മുടെ മുമ്പിൽ വന്നിട്ട് അത്യസുന്ദരമായിട്ടുള്ള രൂപത്തില് അല്ലെ? അതില് ഒരു ജാതി മതഭേദമൊന്നും ഇല്ലാണ്ട് എല്ലാവർക്കും ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ രൂപത്തിനെ കണ്ടാൽ ഇഷ്ടപ്പെടാത്തവരുണ്ടാവില്ല, ഒന്നും നോക്കാത്തവരുണ്ടാവില്ല. അത്രയും മനോഹരമാണ് ഭഗവാന്റെ രൂപം. ആ രൂപം രാധാറാണിയോട് കൂടിയിട്ട് ഇരിക്കുമ്പോഴാണ് നമുക്ക് ഒരു പ്രേമഭാവം ഉണ്ടെങ്കിലുണ്ട്. അപ്പൊ ഈ പ്രേമം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ഇനി ഉണ്ടായാലേ ആ കൃഷ്ണൻ അനുഭവമാവുള്ളൂ. അത് ഇല്ലാണ്ടിരിക്കാൻ കാരണം നമ്മളുടെ ഉള്ളിൽ എത്ര മാലിന്യങ്ങളാ കൊണ്ടെന്ന് വെച്ചേക്കണ് അല്ലെ? കാമം, ക്രോധം, മോഹം, ആഗ്രഹങ്ങൾ ധാരാളമുണ്ട്. എത്ര കിട്ടിയാലും മതിയാവാത്ത ആഗ്രഹങ്ങളുണ്ട്, അസൂയുണ്ട്, അഹങ്കാരമുണ്ട്. ഇങ്ങനെയുള്ള ദുർഗന്ധം വമിക്കുന്ന മാലിന്യങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. ഇതെങ്ങനെയാ നമുക്ക് അനുഭവമാവുക? വൃന്ദാവനത്തെ അനുഭവമാവില്ല, കൃഷ്ണനെ അനുഭവമാവില്ല, രാധയെ അനുഭവമാവില്ല. കാരണം ഉള്ളില് ആ മനോമാലിന്യങ്ങളാണ്. നമുക്ക് തോന്നും, കാണുമ്പോ തോന്നും നമുക്ക് ഇല്ലാന്നൊക്കെ. ഇവിടെ ഈ വ്രജത്തിൽ വരുമ്പോ നമ്മള്, ഈ വൃന്ദാവനത്തിൽ വരുമ്പോ നമ്മൾ എന്താ ആലോചിക്കുന്നത്? ശ്രീകൃഷ്ണ ഭഗവാൻ 5000 വർഷങ്ങൾക്ക് മുമ്പ് ഓടി നടന്ന് കളിച്ച ഒരു ഭൂപ്രദേശമാണിത്. ഇവിടെ ഓരോ മണൽത്തരിയിലും കാറ്റിലും വൃക്ഷങ്ങളിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യാണ്, പരമാത്മ ചൈതന്യാണ്. അതിനുശേഷം വന്ന മാറ്റങ്ങളല്ല നമ്മൾ കാണേണ്ട. ഉൾക്കണ്ണുകളെ കൊണ്ട് നമുക്ക് പുറമേയുള്ള കണ്ണ്, അതാണ് ഇവിടെയുള്ള വാനരന്മാര് നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ പുറമേയുള്ള കണ്ണോട്ടല്ല കാണേണ്ടത്. നിങ്ങൾ എന്തിനാ കണ്ണട വയ്ക്കണേ? കണ്ണട വയ്ക്കണ്ട. കണ്ണട വയ്ക്കാത്ത ഈ കണ്ണട വെച്ചിട്ട് നമ്മൾ എന്താ കാണുന്നത്? അവിടെ അഴുക്കുണ്ട് കേട്ടോ, അവിടെ ചെളിയുണ്ട് കേട്ടോ, അതല്ലേ കാണുന്നത്. അല്ലാണ്ട് വേറെ എന്തെങ്കിലും കാണുന്നുണ്ടോ? കണ്ണട വയ്ക്കാണ്ടാണ് കാണേണ്ടത്. വൃന്ദാവനത്തില് കണ്ണട വയ്ക്കേ വേണ്ടെന്ന് പറയും. വൃന്ദാവനത്തില് കണ്ണട വയ്ക്കാണ്ടാണ് കാണേണ്ടത്. ഉൾക്കണ്ണുകൊണ്ട് ഭഗവാനെ കാണണം. അവിടുത്തെ മണ്ണിനാണ് പ്രാധാന്യം, ഇവിടുത്തെ പരിക്രമയ്ക്കാണ് പ്രാധാന്യം. എത്ര ദൂരം നമുക്ക് നടക്കാൻ പറഞ്ഞാൽ ഒരു ഇത്തിരി ദൂരം നടക്കാൻ പറ്റാത്ത നമ്മളൊക്കെ 22 കിലോമീറ്റർ ഒക്കെ നടന്നത് നമ്മളുടെ ആരുടെയും കഴിവുകൊണ്ടും മഹത്വം കൊണ്ടും ഒന്നല്ല. നമ്മളെ രാധാകൃഷ്ണന്മാരെടുത്ത് നടന്നു, അതുകൊണ്ടാണ്. അല്ലാണ്ട് നമ്മുടെ ഈ കാണുന്ന പാദങ്ങളെ കൊണ്ടൊന്നുമല്ല നമ്മൾ നടന്നത്. അവരുടെ ചുമലിൽ ഇരുന്നിട്ടാണ് നമ്മൾ പോയത്. അതുകൊണ്ട് തന്നെയാണ് ആ
പരിക്രമ ചെയ്യുമ്പോ പറയുന്ന ഓരോ പാദം വയ്ക്കും തോറും പാപം തീരും എന്നൊക്കെ പറയും. അപ്പൊ ഓരോ പാദം പരിക്രമാക്കുമ്പോഴും പാപം തീരും, പാപം അതുകൊണ്ട് കാലുകൊണ്ട് നടക്കലാണ് ശരിക്കും. ഇവിടെ അങ്ങനെയാണ് പറയാ. ഇവിടെ ധാരാളം വിധത്തിലുള്ള പരിക്രമകളുണ്ട്, പല വിധത്തിന് പല മാർഗങ്ങളുള്ള പരിക്രമകളൊക്കെ ഉണ്ട്. വ്രജപരിക്രമയുണ്ട്, വൃന്ദാവന പരിക്രമയുണ്ട്, ഗോവർദ്ധന പരിക്രമയുണ്ട്. 41 ദിവസം, എത്ര ദിവസം കൊണ്ടാണ് വ്രജപരിക്രമ വരുന്നത്? അല്ല, നടന്നിട്ട് 15 ദിവസം കൊണ്ട് പരിപൂർണമായിട്ട് നടന്ന് 15 ദിവസം കൊണ്ട് പരിക്രമ ചെയ്യാം. അങ്ങനെ ഒരു പരിക്രമയുണ്ട്. പിന്നെ പറഞ്ഞു കേട്ട മറ്റൊരു പരിക്രമ ശബരിമല പരിക്രമയുണ്ട്. അതാണ് എന്റെ മനസ്സിൽ തോന്നുന്നത് ഏറ്റവും മനോഹരമായ പരിക്രമം. കാരണം രാധേകൃഷ്ണ ആ പരമപ്രേമത്തോടുകൂടി ഭഗവാന്റെ ഈ ഭൂമിയിലേക്ക് ഒരു വണ്ട് എങ്ങനെയാണോ പറന്നു നടക്കേണ്ടത്, അതിന് പ്രത്യേക മാർഗങ്ങളൊന്നുമില്ല. അതുപോലെ ഇങ്ങനെ നടക്കും. എവിടെ എത്തിയിട്ട് അവിടെ ഇരിക്കും. അവിടെ നിന്ന് ഇങ്ങനെ ആനന്ദം അനുഭവിച്ചുകൊണ്ട് എത്രയോ പേര് കാണും അങ്ങനെ ആനന്ദം അനുഭവിക്കുന്നത്. നമ്മള് എപ്പോഴും കളിയാക്കി പറയുന്ന ഒരു കാര്യമുണ്ട്, ഇംഗ്ലീഷുകാരുടെ ഭക്തിയെ പറ്റിയിട്ട്. ഇംഗ്ലീഷുകാരുടെ ഭക്തി അതുപോലെ നമ്മൾ പറയില്ലേ, അവര് വന്നിട്ട് ചാടിത്തുള്ളി എന്തൊക്കെ കാട്ടിക്കൂട്ടി എങ്ങനെയൊക്കെയോ കാട്ടിക്കൂട്ടി പോവുക. അതൊന്നും ഭക്തിയൊന്നുമല്ല, അതൊന്നുമല്ല ഭക്തി എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷെ നമുക്ക് ആ ഭക്തിയുടെ തലം അറിയുന്നില്ല. ആനന്ദം ശരീരത്തിലൂടെ നമ്മള് ആ പ്രകടമാകുന്നതാണ്. ഒരു കൊച്ചു കുഞ്ഞിനെ കാണുമ്പോ അതിനോടൊരു ഇഷ്ടം തോന്നി അതിനൊന്ന് എടുക്കാൻ നമുക്ക് തോന്നുന്നില്ല. ഉള്ളിലൊരു ഇഷ്ടം തോന്നുമ്പോൾ എടുക്കാൻ തോന്നണം, അതിനൊന്ന് ഉമ്മ വയ്ക്കാൻ അത് പ്രകടമാവുകയാണ്. അതുപോലെ ശരീരം കൊണ്ട് അവര് പ്രകടമാക്കുള്ളൂ അവരെ ആഹ്ലാദത്തെ. അതാണ് ചെയ്യണത്. നമ്മൾ ഇന്നലെ എല്ലാവരും ഇവിടെ രാസലീല ആടി തുള്ളിച്ചാടി കളിച്ചു. നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടോന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. ഇവിടെ ഒരു ഇംഗ്ലീഷ് വൈദ്യുതി തന്നെയാണ് ഒരമ്മ, ഇവിടെ ഒരു ഗോപിക അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവസാന ദിവസം നേരം ആരെങ്കിലും ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. അവര് വന്നിട്ട് ആ രാധാകൃഷ്ണന്മാരുടെ കാൽക്കൽ ഇരുന്നിട്ട് അവരെ പാദം പിടിച്ച് ശരിക്കും അതെ എത്ര അവരുടെ ഹൃദയത്തിൽ സാക്ഷാൽ നമുക്ക് ആർക്കെങ്കിലും അവര് 2 കുട്ടികള് അവിടെ നിന്നും രാധേന്റെ കൃഷ്ണന്റെ വേഷം കെട്ടിന്നല്ലാണ്ട് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനും രാധാറാണിയാണെന്ന് ആർക്കും തോന്നിയില്ല. ഒരു പാട്ട് വയ്ക്കുമ്പോ തുള്ളിച്ചാടുമ്പോ മാത്രം ഉണ്ടാവുന്ന ആനന്ദം നമുക്കുള്ളൂ. ആ പാട്ട് നിന്ന് കഴിഞ്ഞു. അത് വെറും ഒരു തരം വികാര പ്രകടനമാണ്, അല്ലാണ്ട് ജയം വന്നിട്ട് തുള്ളുന്നതല്ല. പക്ഷെ എത്രയോ പൈസയും കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ ഉപേക്ഷിച്ചിട്ട് അവരുടെ നാട്ടിലുള്ള ആ പാശ്ചാത്യ നാടിന്റെ അവരുടേതായ എല്ലാവിധത്തിലുള്ള സംസ്കാരങ്ങളും ഉപേക്ഷിച്ചിട്ട് ആ ഭഗവാന്റെ മഹത്വം തിരിച്ചറിഞ്ഞിട്ട് ഈ വൃന്ദാവനത്തിൽ വന്നിട്ട് അത് ആടിപ്പാടി അവർക്ക് ഒന്നും വേണ്ട, ഭഗവാന്റെ നാമം ജപിച്ച് ആടിപ്പാടിക്കൊണ്ട് കഴിയണം. അവിടെയൊക്കെ ചെന്നിരിക്കുമ്പോ നമുക്ക് അത് അനുഭവമാവാൻ പറ്റുന്നെങ്കിൽ എത്രയോ മാലിന്യാണ് നമ്മുടെ ഉള്ളിലെന്ന് ആലോചിച്ചു നോക്കും. ആ അമ്മ അവിടെ വന്നിരുന്ന ആ ഗോപിക പാദം രാധാറാണിയുടെ പാദം അങ്ങനെ പാദം പിടിച്ച് കൃഷ്ണന്റെ പാദം പിടിച്ച് അവരെ എണീറ്റ് പോയപ്പോ നെറ്റിയും തലയൊക്കെ ഇട്ട് അവിടെ ഇട്ടിട്ട് ഒലച്ചു കാല് വെച്ച സ്ഥലത്ത്, പിന്നെ അവരിരുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ കണ്ണുനീരോട് കൂടിയിട്ട് ആര് ശ്രദ്ധിച്ചു ഇന്നലെ അവിടെ അറിയില്ല. എനിക്ക് ശരിക്കും അതാണ് വലിയൊരു അനുഭവം ഇവിടെ വന്നപ്പോ. ആ ഒരു കാഴ്ച ഭഗവാൻ രാധാറാണി കാണിച്ചു തന്നു. മറ്റൊരു കാര്യം, ഭഗവാന് നമ്മളോട് ഒരുപാട് സ്നേഹമുണ്ട്. അത് എന്താണ് അനുഭവം എന്ന് പറഞ്ഞിട്ട്, ഇന്നലെ ഭഗവാൻ കേളി ആടിയ സമയത്ത് പന്ത് കളിച്ചു. നമുക്കൊക്കെ പന്തൊക്കെ ഇട്ട് തന്നു. പക്ഷെ ആ പന്ത് കയ്യിലെത്തിട്ട് എനിക്കറിയില്ല, എന്റെ തോന്നലാണെന്ന് അറിയില്ല, ഒരു പ്രത്യേക ചിരിച്ചിരിച്ച് ഇങ്ങനെ ഇട്ട് തന്ന് കയ്യിലേക്ക് ഇട്ട് തന്നു. പക്ഷെ അത് സുഖമായിട്ട് കയ്യിൽ വന്ന് വീണു. തിരിച്ച് ഭഗവാന് കൊടുത്തപ്പോ അത് കയ്യിൽ വീണില്ല, നിലത്ത് വീണു. അത് ഭഗവാൻ എനിക്ക് പറഞ്ഞെന്താണ്, എല്ലാം ഭഗവാൻ തരുന്നുണ്ട്, പക്ഷെ ഞാൻ കൊടുക്കണതൊന്നും ഭഗവാനിലേക്ക് എത്തുന്നില്ല. കാരണം എന്താ, മനോമാലിന്യം തന്നെയാണ്. പരിശുദ്ധമായ പ്രേമം ഇതുവരെ ആയിട്ടില്ല എന്നാണ് പറയുന്നത്. എത്രയോ ജന്മങ്ങള് ഭഗവാനെ
വിളിച്ചാലാണ് പരമമായ പ്രേമമായ രാധാഭാവം ഉള്ളിലുണ്ടാവുമെന്ന് അറിയില്ല. അപ്പൊ അത് ഭഗവാൻ ഇവിടെ വെച്ച് എന്നോട് പറഞ്ഞാണ്, ഒന്നും ആയിട്ടില്ല കേട്ടോ, എവിടെ എത്തിയിട്ടില്ല, അഹങ്കരിക്കൊന്നും വേണ്ട, ഇവിടെ എത്തിയിട്ടില്ല. എത്രയോ തവണ വൃന്ദാവത്തിൽ വന്നാലും ആദ്യത്തെ വൃന്ദാവത്തിൽ വരുന്നതിനേക്കാൾ കഷ്ടമാണ് കേട്ടോ എന്നാണ് ഭഗവാൻ കാണിച്ചത്. അത്രയും ഭഗവാന്റെ കാരുണ്യാണ്, അത്രയും ഭഗവാൻ ഓരോന്നിലും ഇവിടെയുള്ള ഓരോന്നും നമുക്ക് അനുഭവമാക്കി തരും. ഓരോ വർഷങ്ങളും ഓരോരുത്തരും ഓരോന്നും ആ വൃന്ദാവനത്തിലേക്ക് എത്താൻ കൊതിച്ച് വരികയാണ്. ഇവിടെ ഒരു മണ്ണായിട്ടോ ഒരു പുല്ലായിട്ടോ ഒരു പശുവായിട്ടോ ആ ഒരു ഭാവം നമ്മുടെ ഉള്ളിലേക്ക് എത്തണമെങ്കിൽ പരമമായ പ്രേമം എന്നറിയണം. ആ പ്രേമം ധാര പോലെ ഒഴുകുമ്പോ അത് രാധയായിട്ട് മാറും. ആ രാധാറാണി തന്നെയല്ലേ ഇന്നലെ ഒന്ന് കാണിച്ചു തന്നത്. ആ ഒരു ഗോപികാഭാവത്തിൽ വന്നിട്ട് ഇതാണ് പരമപ്രേമം എന്ന് കാണിച്ചു തന്നു. അത് വലിയ ഒരു അനുഭവം തന്നെയാണ്. പിന്നെ ഓരോ അടി വയ്ക്കുമ്പോഴും നാമം ജപിച്ചുകൊണ്ട് നടക്കാൻ പറയുന്നത് നമ്മളോട്. നമ്മൾ ഇവിടെ വന്നിട്ട് ലൗകികമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടോ അതെല്ലാം ഈ അന്തരീക്ഷത്തിനെ ഇതുവരെ നമ്മൾ നികത്ത് കാണുന്ന മാലിന്യങ്ങളല്ലേ. നമ്മൾ ലൗകികമായ വർത്തമാനങ്ങളോടൊന്ന് പറയുമ്പോ ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന രാധാനാമം ജപിച്ച് എത്രയോ മഹാത്മാക്കൾ രാധാനാമം ജപിച്ചിട്ട് ആ അന്തരീക്ഷത്തിനെ മലിനമാക്കാനുള്ള മഹാപാപാണ് ചെയ്യണത്. ഇവിടെ അതുകൊണ്ട് പറഞ്ഞ ഒന്നും സംസാരിക്കരുത്, നാമം മാത്രം ജപിക്കൂ, രാധാനാമം ജപിക്കൂ എന്ന് പറയുന്നത് ഈ അന്തരീക്ഷത്തിനെ മലിനമാക്കുക ചെയ്യണത്. നമ്മുടെ ഓരോ വാക്കുകളും ഓരോ പ്രവൃത്തികളും അന്തരീക്ഷത്തിനെ, നമ്മുടെ ചിന്തകളും, നമ്മളിതൊക്കെ കേവലം ഒരു രസം പോലെ എല്ലാം ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അപ്പോഴാണ് രാധയെ അനുഭവമാവുള്ളൂ. ഓരോ ദിക്കിലും ആ രാധയെ നമുക്ക് അനുഭവമാവണമെങ്കിൽ ഓരോരുത്തരുടെ മുമ്പിലും പല ഭാവത്തില് പല രൂപത്തിൽ വന്നു നിന്നിട്ടാവും രാധാറാണി. വരാതെ ഇരിക്കില്ല നമ്മുടെ മുമ്പില്. പക്ഷെ അത് നമ്മൾ അറിയാത്തത് എന്തുകൊണ്ടാണ്? അതറിയാത്തത് നമുക്ക് ആ ഒരു തലത്തിലേക്ക് എത്താനായിട്ടില്ല. മാലിന്യങ്ങളുടെ കൂമ്പാരത്തിനെ മാറ്റാൻ പറ്റിയിട്ടില്ല. നമ്മൾ നാമം ജപിച്ചിട്ടില്ല. നമ്മളെവിടെയും നാമം ജപിച്ചിട്ടില്ല. ആരെങ്കിലും ഒരാൾ രാധേ രാധേ എന്ന് പറയുമ്പോൾ രാധേ രാധേ എന്ന് വിളിക്കണതോ എവിടെയെങ്കിലും പാട്ട് പാടുമ്പോ നൃത്തം ചെയ്യാതോ അല്ല. മനസ്സില് വൃന്ദാവനം എന്ന് ആലോചിക്കുമ്പോ, വൃന്ദാവനത്തിലേക്ക് പോകണം എന്ന് ആലോചിക്കുമ്പോ തന്നെ അറിയേണ്ട ഒരു ഭാവമാണ് പരമമായ പ്രേമം. നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറയുന്ന ഒരു പ്രേമമൊന്നും അല്ലാതെ അതിന്റെ അപ്പുറത്തായിട്ടുള്ള സ്ഥലമാണ്. ഗോപികമാര് ആ പരമമായ ഗോപികമാർക്ക് പരമ പ്രേമികളായി മാറിയത് തന്നെയാണ്. ഒന്നും അറിയാത്ത ആ ഗോപികമാര് ആ രാധയെ സ്നേഹിച്ചു, രാധയുടെ കൂടെ നടന്നു. അവരുടെയൊക്കെ ഉള്ളില് ഒരേ ഭാവം തന്നെയായിരുന്നു കൃഷ്ണനോട്. ഗോപികമാർക്ക് ഭഗവാനോട് ആദ്യം ഗോപികമാര് യശോദയ്ക്കൊരു ഉണ്ണി ഉണ്ടായിട്ടോ എന്ന് പറയുന്ന സമയത്ത് ഗോപികമാരെങ്ങനെയാ അവര് അതിമനോഹരികളായിട്ട് അണിഞ്ഞൊരുങ്ങി. കാരണം എല്ലാവരുടെ മുമ്പിലും ചെല്ലുമ്പോഴും ഞാനാവണം സുന്ദരി എന്നുള്ള ഭാവത്തില് അണിഞ്ഞൊരുങ്ങിയിട്ട് എല്ലാവരും ഭാഗവതത്തില് കേട്ടാലറിയാം, എല്ലാവരും അണിഞ്ഞൊരുങ്ങിയിട്ടാ പോണെ. അങ്ങനെ ആ അണിഞ്ഞൊരുങ്ങി ചെന്ന് ആ ഗോപികമാര് ആ ഭഗവാനെ കണ്ട് ദർശനം മാത്രയില് അവരുടെ ഉള്ളില് ആ ഭഗവാനോട് ഒരു ഇഷ്ടം. എന്തിനാ ഇഷ്ടം? ഒന്നിനുമില്ല, ഒന്ന് എടുക്കാൻ, ഒന്ന് ലാളിക്കാൻ, ഒന്ന് ഉമ്മ വയ്ക്കാൻ, ഒരു കുഞ്ഞിനോടെന്ന പോലെ ഒരു ഇഷ്ടം അവരുടെ ഉള്ളില്. ആ ഇഷ്ടത്തില് എനിക്കാദ്യം എന്ന് പറഞ്ഞ ഒരു വാശി പിടിച്ചു. പിന്നെ എന്റെ കണ്ണൻ എന്നുള്ളത് പിന്നെ പോയി നമ്മുടെ കണ്ണനായിട്ട് മാറി. പിന്നെ കണ്ണന് വേണ്ടിയിട്ടായി. കണ്ണന് സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഗോപികമാര് ജീവിക്കുന്നത്. കണ്ണനെ പറ്റി മാത്രമേ അവർക്ക് പറയാനുള്ളൂ, കൃഷ്ണനെ പറ്റി മാത്രമേ പറയാനുള്ളൂ, കൃഷ്ണനെ പറ്റി മാത്രമേ ചിന്തിക്കാനുള്ളൂ. ആ ഭഗവാനെ ഇങ്ങനെ രാവിലെ ആവുമ്പോഴേക്കും ആ കണ്ണനെ കാണാനാണ്, ആ ഗൃഹജോലികളൊക്കെ തീർത്തിട്ട് യശോദയുടെ അവിടേക്ക് ഓടാനാണ് തിരക്കുണ്ടായിരുന്നത് ഗോപികമാർക്ക്. ആ ഗോപികമാര് പിന്നെ ക്രമേണ ആ കണ്ണൻ
പശുക്കളെയൊക്കെ മേയ്ക്കാൻ പോയി 5 വയസ്സിൽ പോണ സമയത്ത് പിന്നെ അവർക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ഭഗവാനെ കാണാണ്ട് ഇരിക്കാൻ വയ്യ. വിരഹ ദുഃഖം കൊണ്ട് ആ രൂപം കണ്ണിൽ നിന്നും പറഞ്ഞാൽ പിന്നെ അവർക്ക് വിരഹമായി. അവർ കാത്തിരിക്കുകയാണ്. ഓരോ ഗോപികമാർക്കും നമ്മള് ഗോവർദ്ധന പരിക്രമ ചെയ്തപ്പോ കണ്ടു വേണവും പോകുന്നത്. ആ കിണറ്റിന്റെ ചുറ്റും നിന്നിട്ട് ഇവർക്ക് പറയാനുള്ളത് ആ കണ്ണനെ പറ്റി മാത്രമാണ്. പാലും മോരും വിൽക്കാൻ പോകുന്നവർക്ക് പറയാനുള്ളത് കണ്ണനെ പറ്റി മാത്രമാണ്. ആ മധുരയിലിരുന്ന സൈരന്ധ്രിയായ കൂനി നമ്മൾ കണ്ടില്ലേ അവിടെ പോയപ്പോ കുച്ചാമന്ദിര്, അവിടുത്തെ കൂനിക്ക് കൃഷ്ണനെ പറ്റി അറിഞ്ഞ ഗോപികമാര് പാലും തൈരും വിൽക്കാൻ പോകുന്ന ഗോപികമാരുടെ വാക്കുകളിലൂടെയാണ് അവർ കൃഷ്ണനെ അറിഞ്ഞനുഭവിച്ചത്. ആ കൃഷ്ണന് വേണ്ടി കൊതിയോടുകൂടി കാത്തിരുന്ന് ആ കൃഷ്ണൻ അവരിലേക്ക് ചെന്നു. ആ കൃഷ്ണ ആനന്ദം അനുഭവിക്കാനായിട്ട് ആ സൈരന്ധ്രയ്ക്ക് സാധിച്ചു. അങ്ങനെ ഓരോരുത്തരിലേക്കും അവര് മാത്രം അനുഭവിക്കില്ല, അവരനുഭവിച്ച ആ കൃഷ്ണനെ, അവര് കണ്ട കൃഷ്ണനെ അവര് പറഞ്ഞ് എത്രയോ പേരിലേക്ക് കൃഷ്ണ പ്രേമം വളർത്തി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഗോപികമാർക്ക് തോന്നിയത് നമ്മുടെ കണ്ണൻ നമ്മുടെ ആ ഗോപികമാര് അവിടെ നിന്ന് കാത്യായനി പൂജ ചെയ്യുന്നല്ലേ, കാത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ കുരുതേ നമഃ. ഞങ്ങൾക്ക് നന്ദഗോപര് ഞങ്ങളുടെ എല്ലാമായിട്ട് തീരണേ, ഞങ്ങൾക്ക് എപ്പോഴും ആ സന്തോഷം. അല്ലാതെ എന്റെ എന്നവര് പറഞ്ഞില്ല, ഞങ്ങളുടെ എന്നാ പറഞ്ഞ. കേവലം നമ്മൾ പറയുന്ന ആഗ്രഹത്തില് ഒരു പുരുഷനെ മോഹിക്കണ പ്രായമൊന്നുമല്ല. കണ്ണന് 6 വയസ്സായിട്ടുള്ളൂ. അതൊരു കാര്യം. ആ ഒരു ഭാവത്തിലാണെങ്കിൽ ഓരോരുത്തർക്കും അല്ലെ അവിടെ ഒരിക്കലും അവർക്ക് പരസ്പരം സ്പർദ്ധയും മത്സരവും ഒന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് ആ ഭഗവാനെ കിട്ടാൻ അവരാഗ്രഹിച്ചപ്പോ ആ ഭഗവാൻ അവരുടെ ആ വസ്ത്രാപഹരണ ലീല നടന്ന സ്ഥലം നമ്മൾ കണ്ടു. അവിടെയും എന്താ ഭഗവാൻ പറയുന്നത്, ഈ ശരീരം അവര് അണിഞ്ഞൊരുങ്ങി നടന്നിരുന്ന ഗോപികമാരോട് പറയുന്നു, അതല്ല ശരീരബോധം ഉള്ളോത്തോളം കാലം എന്നെ ലഭിക്കില്ല, എല്ലാം വിട്ട് ശരീരബോധം കഴിഞ്ഞ് എപ്പോഴാണോ എന്റെ അടുത്ത് എത്താൻ അപ്പോഴേ എന്നെ ലഭിക്കുള്ളൂ എന്ന് പറഞ്ഞതാ അവരെ അത് ബോധിപ്പിച്ചതാണ് വസ്ത്രാപഹരണ ലീല. എല്ലാം വിട്ടെറിഞ്ഞ് എന്റെ അടുത്തേക്ക് വരാൻ നിങ്ങൾക്ക് സാധിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ സാധിച്ചാൽ നിങ്ങൾക്ക് എന്നെ ലഭിക്കും എന്നതൊക്കെ കണ്ണൻ പറഞ്ഞത്. അങ്ങനെ അത് പറഞ്ഞു. പിന്നീട് രാസലീലയുടെ സമയത്ത് ഭഗവാന്റെ ഓടക്കുഴല് കേട്ട സമയത്ത് ഗോപികമാരുടെ കഥ പറയുന്നത് അല്ലെ, എല്ലാവരും പാല് കൊടുക്കണ ആ കുഞ്ഞിനെ ഉപേക്ഷിച്ച്, ഭർത്താവിനെ ഉപേക്ഷിച്ച്, അച്ഛനമ്മമാരെ ഉപേക്ഷിച്ച് ആ ഗോപികമാർക്ക് ചെല്ലാനയച്ചാൽ നമ്മുടെ ബന്ധനങ്ങളായിരിക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും കെട്ടുപാടുകളെയും അഴിച്ചിട്ടിട്ട് അവർക്ക് ആ ഭഗവാന്റെ അടുത്തേക്ക് പോകാനായി എന്നാണ്. ആ രാസക്രീഡയുടെ ആ സമയത്ത് ഉണ്ടാവുന്ന ഭഗവാന്റെ വേണുനാദം, അത് തന്നെയാണ് ഭഗവാന്റെ വേണുനാദം എന്ന് പറയുന്നത് തന്നെ. എന്താ ശരിക്കും വേണുനാദം എന്താ? ആ എത്രയോ സജ്ജനങ്ങളുടെ ഉള്ളിൽ നിന്ന് കേൾക്കുന്ന ഭഗവാന്റെ ആ കഥകള്, ആ കഥകളാണ്. അതിനെ ഉൾക്കൊണ്ട് അതിനെ അനുഭവിക്കാൻ സാധിക്കുമ്പോഴാണ് ഭഗവാന്റെ വേണുനാദം നമുക്ക് കേൾക്കാൻ സാധിക്കണമെന്ന് പറയുന്നത്. മനോഹരമായിട്ട് ഒരു കഥ പറയും. അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ ഭൂമിയിൽ അവതരിക്കുന്ന സമയത്ത് പറഞ്ഞു, ദേവന്മാരോടൊക്കെ നിങ്ങളൊക്കെ ഏതെല്ലാം ഭാവത്തിൽ വേണമെങ്കിലും ഈ ഭൂമിയിൽ വന്ന് അവതരിച്ചോളൂ, എല്ലാവർക്കും വരാം കേട്ടോ, ഏത് ഭാവത്തിലും വരാം, എങ്ങനെ വേണമെങ്കിലും വരാം എന്ന് പറഞ്ഞു. ഓരോരുത്തരും ഗോപന്മാരായിട്ട്, ഗോപികമാരായിട്ട്, പശുക്കളായിട്ട്, ഗരുഡനൊക്കെ ഒരു ഗോപന്റെ രൂപത്തിൽ വന്ന് അവതരിച്ചു. അതാണ് ഗരുഡ ഗോവിന്ദ ക്ഷേത്രം നമ്മൾ കണ്ടത്. ഗരുഡന് എപ്പോഴും സങ്കടാത്ര. ഗരുഡൻ ഈ മാംസമൊക്കെ കഴിക്കണ കാരണം കൊണ്ടേ ഗരുഡനെ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശനമില്ല, പുറത്തേ ഉള്ളൂ. അപ്പൊ അത് സങ്കടം പറഞ്ഞു. അത് കൃഷ്ണാവതാര സമയത്ത് ശരിയാക്കി തരാമെന്നാ പറഞ്ഞ. എല്ലാം ഈ അവതാരത്തിന് വേണ്ടി വെച്ചതാ ഭഗവാൻ. എന്നിട്ട് ആ ഒരു സുധാമാവ് എന്ന് പറഞ്ഞിട്ട്, ശ്രീധാമാവ് എന്നിട്ട് സുഹൃത്തുണ്ട്. അത് ഗരുഡൻ
എന്റെ അവതാരാണെന്നാ പറയണേ. എന്നിട്ട് കളിക്കണ സമയത്ത് ഭഗവാൻ ഞാൻ മഹാവിഷ്ണുവാണ്, എന്റെ ഗരുഡ വരൂ, എന്റെ വാഹനായിട്ട് എനിക്ക് ഭക്തനെ അനുഗ്രഹിക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞ് കളിക്കുമ്പോ വന്ന് നിൽക്കും. ഈ സീതാമാവിന്റെ തോളത്ത് കയറിയിരുന്ന ആ ഒരു ലീലകളാടി അതിന്റെ വ്രജനാഭനാണ് അത് പ്രതിഷ്ഠിച്ചത് എന്നൊക്കെ അതിന്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഓരോ ലീലകളുമാണ്. അപ്പൊ ഓരോരുത്തരും മണ്ണായിട്ട്, പുല്ലായിട്ട്, ചെടികളായിട്ട്, അതുപോലെ ഋഷീശ്വരന്മാരെ വണ്ടുകളായിട്ട് വന്ന് ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുക, കിളികളായിട്ട് എന്ന് വേണ്ട എല്ലായിട്ട് ജപിച്ചു. അപ്പൊ ഓരോരുത്തരും വരേണ്ട. മഹാദേവൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ മഹാദേവൻ പാർവതി ദേവിയോട് അല്ല ദേവി പോകണില്ലേ? അപ്പൊ എനിക്ക് പോവാറായിട്ടില്ല, ഞാൻ കണ്ണൻ വന്നിട്ടാ പോണത്. അത് ശരി. അപ്പൊ എന്താ മഹാദേവ അന്ന് പോവാതെ? എനിക്കും ഭഗവാൻ വന്നതിന് ശേഷം പോകേണ്ടത്. അപ്പൊ എല്ലാം അംശാവതാരങ്ങളാണ്, അംശം കൊണ്ട് അവതരിക്കണമെന്നാണ്. അതുപോലെ ദേവി എന്താണോ ആയിട്ട് അവതരിക്കണേ? ഞാൻ ഭഗവാന്റെ പാദസ്ഥരായിട്ടാണ് അവതരിക്കുന്നത്. കാരണം എല്ലാവരും ആ ഭക്തിയെ സമർപ്പിക്കുന്ന ആ പാദത്തിലല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാനത് ആ പാദത്തിലിരുന്ന് എനിക്ക് ഭക്തി കുറവാണ്. എത്രയായാലും ദേവിക്ക് തനിക്ക് ഭക്തിയില്ല. അങ്ങനെയാണ് ഭക്തന്റെ ലക്ഷണം തന്നെ, അതാണ്. തനിക്ക് ഭക്തിയില്ലല്ലോ എന്നുള്ളൊരു ഭാവം തന്നെ. ആ പാദത്തിൽ പാദസ്ഥരായിട്ട് കിടന്നുകൊണ്ട് നമ്മളോടൊക്കെ പറയണു പദഭജനം ശ്രേയ ഈ കാല് പിടിച്ചോളൂ കേട്ടോ. ഞാനത് അനുഭവിക്കുന്നുണ്ട്. ആ ഭക്തന്മാര് ഭഗവാനോട് ഭക്തി ചോദിച്ചാലൊന്നും ഭഗവാൻ തരില്ല. ഭഗവാൻ ഏറ്റവും പിശുക്ക്. കാരണം രാധ തന്നെയാണ് ഭക്തിയും രാധയും വേറെയല്ല. പരമമായിട്ടുള്ള ഒന്ന് ഭക്തിക്ക് പല ഭാവങ്ങളുണ്ട്. നമ്മള് ഓരോന്ന് ആഗ്രഹിച്ചുകൊണ്ടുള്ള ഭക്തി, എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഭക്തിയൊക്കെ ആയിട്ടുള്ളതുണ്ട്. പക്ഷെ ആ പരമമായിട്ടുള്ള ഭക്തി ഒന്നിനും അല്ലാണ്ട് ആ ഭഗവാനോടുള്ള പ്രേമം മാത്രമാണെങ്കിൽ അത് രാധയായി മാറി. ആ ഭക്തി അപ്പോടെ രാധയായിട്ട് മാറി. അങ്ങനെയുള്ള ഭക്തി ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുക. ഭാഗവതത്തിലൊക്കെ രാമായണത്തിലൊക്കെ നമ്മൾ ഋഷീശ്വര കഥകൾ കേൾക്കുമ്പോൾ പറയുന്നുണ്ട്, അവിടെ ഞാൻ ഇത്രയും കാലം ഇരുന്ന് തപസ് ചെയ്തത് മുഴുവൻ, എന്റെ ഫലം മുഴുവനും അങ്ങയുടെ പാദത്തിൽ സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അത്രയും അപ്പൊ ഇത് മുഴുവനും അങ്ങയുടെ പാദത്തിൽ സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്, എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഇതൊന്നും ചെയ്തത് എന്ന് പറയണം. അതുപോലെ ഭക്തന്മാരുണ്ട്, അവർക്ക് ഒന്നും വേണ്ട, ഭഗവാനെ സ്നേഹിച്ചാൽ മാത്രം മതി. അപ്പൊ അവരുടെ പ്രേമഭക്തി ആ പാദത്തിലേക്കാണ് സമർപ്പിക്കുന്നത്. ആ പാദത്തിലേക്ക് പ്രേമഭക്തി സമർപ്പിക്കുന്ന അവര് ആ ഭക്തിയുടെ ഒരു അംശം ആ കാലിൽ കിടക്കുന്ന പാദസരത്തിന് അനുഭവിച്ചുണ്ട്. അല്ലാണ്ട് ഭഗവാനോടായിട്ട് ചോദിച്ചാൽ ഭഗവാൻ തരാൻ വലിയ മടിയാണത്. കാരണം നമ്മളൊന്നും അതിനൊന്നും ആയിട്ടില്ല. ഇതൊക്കെ തരണം തന്നെ കാരുണ്യം. ഇത്രയെങ്കിലും നമ്മുടെ ഉള്ളിലെ വൃന്ദാവനം എന്നൊരു സ്ഥലമുണ്ട്, അവിടെ വരണം, ഇവിടെ ഇരിക്കണം, ഏത് ഭാവത്തിലായി അതെങ്കിലും തന്നു തന്നെ പരമമായ കാരുണ്യാണ് ഭഗവാന്റെ. അപ്പൊ അങ്ങനെ ആ പാദത്തിലെ ഇപ്പൊ ഭഗവാൻ ജനിച്ചു കഴിഞ്ഞിട്ട് പിന്നെ മഹാദേവൻ ആരായിട്ടാണെന്നറിയോ? മഹാദേവൻ ഭഗവാന്റെ ഓടക്കുഴലായിട്ടാണ് ജനിച്ചത്. ഓടക്കുഴൽ എന്താ? വംശി അല്ലെ? വംശിയെ തിരിച്ചിട്ട് നോക്കൂ, ശിവം അല്ലെ? ആ ശിവമായിട്ടാണ്, ശിവൻ ആ ഓടക്കുഴലായിട്ടാണ് ജനിച്ചത് എന്ന്. ആ ഓടക്കുഴലിലൂടെയാണ് ആ പ്രേമം, ആ ഭഗവാൻ അതിലൂടെ രാധാ 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 എന്നാണ് അത്ര ആ ഓടക്കുഴൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പരമപ്രേമം മഹാദേവനിലൂടെ ഒഴുകണമെന്ന് പറഞ്ഞാൽ ഏത് ഗ്രന്ഥം എടുത്തു നോക്കിയാൽ അറിയാം. ആ മഹാദേവൻ ആ പാർവതി ദേവിക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥയായിട്ടാണ്. അപ്പൊ എപ്പോഴും ആ മഹാദേവനിലൂടെ വംശിയിലൂടെ ഒഴുകുന്നത് മുഴുവനും ഈ ഭഗവാന്റെ ആ പരമപ്രേമത്തിന്റെ കഥകളാണ്, ഭഗവാന്റെ മഹത്വമാണ്. അത് തന്നെയാണ് ആ ഓടക്കുഴൽനാഥം ഗോപികമാർക്ക് കേട്ടു എന്ന് പറഞ്ഞാൽ അവര് ആ ഓടക്കുഴൽനാഥം കേട്ടിട്ട് ആ രാസലി അവിടെ നമ്മള് പോയില്ലേ, ശിവനൊക്കെ പോയില്ലേ, അവിടെ ഭഗവാൻ അതിനടുത്തൊരു വംശീവടുണ്ട്, ധാരാളം വംശീവടുകളുണ്ട്. അവിടെ ഇരുന്നിട്ടാണ് ഭഗവാൻ വേണുഗാനം ഒഴിച്ചത്. അവിടേക്ക് ഓടിച്ചെല്ലുമ്പോ ചോദിക്കണം, നിങ്ങളൊക്കെ എന്തിനാ വന്നത്? നിങ്ങൾക്ക് വീട്ടില് ജോലിയില്ലേ? ഭഗവാൻ ഇങ്ങനെ ഒക്കെ ചോദിച്ചു. ഭർത്താക്കന്മാരില്ലേ? കുട്ടികളെ ഉപേക്ഷിച്ച് അച്ഛനമ്മമാരെ ഉപേക്ഷിച്ച്
ധർമ്മമൊക്കെ തെറ്റിച്ച് നിങ്ങൾ എന്തിനു വന്നു എന്ന് ചോദിക്കുമ്പോ പറയുന്നു ഇതൊക്കെ ആ ഭഗവാനെ ലഭിക്കുന്നത് വരെ, ആ ഓണക്കുഴൽനാഥം കേൾക്കുന്നത് വരെ മാത്രമേ ഉള്ളൂ, ഈ കെട്ട് അഴിഞ്ഞു പോകുന്നത് വരെ മാത്രമേ ഉള്ളൂ ഭഗവാനെ. ഈ ധർമ്മമൊക്കെ പരിപാലിക്കുന്നത് ഈ കെട്ടഴിയാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെയൊക്കെ കെട്ടഴിഞ്ഞു പോയി, ഇനി ഞങ്ങൾക്ക് അതിലൊന്നും ബാധ്യതയില്ല. ശരീരം അതിന്റെ പ്രാരാബ്ധം അനുസരിച്ചിട്ട് കുറച്ചു കാലം കൂടി അവരുടെ കൂടെ ഉണ്ടാവും, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കും. പക്ഷെ ഞങ്ങളിത് ആ ഭഗവാനിലേക്ക് ചേർന്നു. ഞങ്ങളുടെ മനസ്സൊക്കെ ആ ഭഗവാനിലാണ്, ഞങ്ങളുടെ ഹൃദയത്തിന് മുഴുവൻ ഭഗവാൻ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഒന്നിനോടും ബന്ധമില്ലാണ്ടിരിക്കുക. ആ ബന്ധനം അല്ലെ, നമ്മള് പണ്ടൊക്കെ ശിവന്റെ നാമം ജപിക്കുമ്പോ കേൾക്കാറുണ്ട്, ശങ്കര ധ്യാനം പ്രകാരം അതിന്റെ അതിന് പറയുന്നത് ബന്ധുക്കളുണ്ടായി വരേണമെന്നീശ്വര, ബന്ധമോക്ഷം വരുത്തിയിടേണം ഈശ്വര എന്ന് പറയും. ബന്ധുക്കൾ ഉണ്ടായിട്ട് വരണം. ഞാനൊക്കെ ചെറുപ്പത്തിൽ എന്താണാവോ ഇങ്ങനെ ബന്ധുക്കൾ ഉണ്ടാവുക വേണം, ബന്ധമോക്ഷം വരിക. ഇത് രണ്ടും കൂടി എങ്ങനെയാണ്? ബന്ധുക്കളെ വെച്ചാൽ ഇതുപോലെ ഭക്തന്മാരെ സത്സംഗത്തിലിരിക്കാൻ പറ്റുക, ആ സത്തുക്കള് ബന്ധുക്കളായിട്ട് വരിക, കൃഷ്ണ ബന്ധുക്കളെ ഉണ്ടാവുക. അപ്പൊ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ബാക്കിയുള്ള ബന്ധങ്ങളൊക്കെ വിട്ടുപോയിട്ട് ബന്ധനങ്ങളൊക്കെ പോയിട്ട് മോക്ഷം ലഭിക്കുക. അത് തന്നെയാണ് ഗോപികമാര് പറഞ്ഞത്. ഞങ്ങളുടെ എല്ലാ കെട്ടുപാടുകളും താനേ അഴിഞ്ഞു പോയി, ഈ എന്തിനാണ് ഞങ്ങൾ അങ്ങനെ പോയത്? ഞങ്ങൾ കേട്ടില്ലേ കണ്ണാൻ കടന്റെ വേണുനാഥം, അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇനി ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. അത് പറഞ്ഞാലും ആ ഭഗവാന്റെ അടുത്തെത്തി ആ ഭഗവാനെ അവരുടെ ശരീരം കൊണ്ടല്ല ഇത് എപ്പോഴും ശ്രദ്ധിക്കുക, തിരിച്ചു പോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു ഭഗവാനോട്. അങ്ങനെ പറഞ്ഞ് ഭഗവാൻ ആ ഗോപികമാരുടെ കൂടെ ഇരിക്കുമ്പോഴാണ് പറയുന്നത്, ഭഗവതി പറയും സൗഭാഗമതം ഗോപികമാർക്കുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് എല്ലാം വിട്ട് എല്ലാവരും ഉപേക്ഷിച്ചു വന്നിട്ട് അവർക്ക് ആ ശരീരബോധം വെടിഞ്ഞാലേ എന്നെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ശരീരബോധം ഇല്ലാണ്ടായപ്പോഴാണ് അവർക്ക് വേണുഗാനം കേൾക്കാൻ പറ്റിയത്. വേണുഗാനം കേട്ട് ബന്ധങ്ങൾ കഴിഞ്ഞ് വന്നു അവർക്ക് വീണ്ടും അഹങ്കാരം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അവരോട് ആദ്യമേ പറയുന്നത് വറുത്ത വിത്തുകളാണ് നിങ്ങൾ ഇനി വളർക്കില്ല എന്ന് പറയുന്നത്. അപ്പൊ അവിടെ അഹങ്കാരമല്ല അവിടെ ഉണ്ടായത്, ശരിക്കും അവിടെ അഹങ്കാരമല്ല ഉണ്ടായത്. എന്താ ഉണ്ടായത്? അവിടെ ആ ഭഗവാന്റെ രൂപത്തിനോടുള്ള ഒരു ഇഷ്ടം. ഈ രൂപമാണ് ഭഗവാൻ, ഇവിടെ ഈ കാണുന്ന മുന്നിൽ കാണുന്ന രൂപമാണ് ഭഗവാൻ എന്നുള്ള ഒരു അതിനാണ് ഭ്രമിച്ചു. ഭഗവാന്റെ രൂപത്തില് ഗോപികമാര് ഭ്രമിച്ചു. അതുകൊണ്ടാണല്ലോ അവർക്ക് വിരഹദുഃഖം ആ രൂപം പറഞ്ഞപ്പോണ്ടായത്. അപ്പൊ ആ ഗോപികമാര് അങ്ങനെ ആ ഭഗവാന്റെ ആ രൂപത്തോടുകൂടി ഭ്രമിച്ചപ്പോ ഭഗവാൻ പെട്ടെന്ന് ആ രൂപം മറിച്ചു. ആ രൂപം ഇല്ലാണ്ടാക്കി. തന്നെയല്ല പോയത്, കൂടെ രാധാറാണിയെയും കൊണ്ടുപോയി. ആ രാധാറാണിയെ കൊണ്ടുപോയി ആ പ്രേമഭാവവും ഇല്ലാണ്ടായി, അവർക്ക് രൂപവും ഇല്ലാണ്ടായി. അപ്പൊ അവർക്ക് ആകെ ഭഗവാനെ കിട്ടാണ്ട്. നമുക്ക് ഇതൊക്കെ ഭക്തന്മാരുടെ ഒരു ഭക്തിയുടെ ഭാവമായിട്ട് മഹാത്മാക്കൾ പറഞ്ഞു കേൾക്കും. കാരണം കുറേ ഒരു തലത്തിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉള്ളിൽ ഭക്തിയൊന്നും ഇല്ലാത്ത പോലെ തോന്നും. ഭഗവാനോട് ഭക്തി തോന്നാത്ത പോലെ. ആ ഭഗവാന് ഇത്രയും കാലം ഉണ്ടായപ്പോ തോന്നുന്നത് ആ ജപിക്കുമ്പോ ഒരു ലയമൊക്കെ കിട്ടിയായിരുന്നു. ആ ലയം കിട്ടിയതൊക്കെ ഇല്ലാണ്ടായ പോലെയൊക്കെ നമുക്ക് തോന്നുന്ന ഒരവസ്ഥ വരും. ആ അത്രയും എത്തുമ്പോ ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇവിടെ ഇങ്ങനെ കാണിച്ചു തരുന്നത്. ആ ഭഗവാന്റെ ആ ഭഗവാന്റെ ആശയോടുകൂടി പറഞ്ഞെന്ന് പറയുന്നത് ആ ഭക്തിയുടെ ഭാവമാണ്. ആ ഭക്തിയുടെ ഭാവത്തോട് കൂടിയിട്ട് ആ ഭഗവാൻ മറഞ്ഞു പോയ സമയത്ത് പിന്നീട് എന്താണ്ടായി? ഗോപികമാര് ചെറുപ്പത്തിലേ തൊട്ടിട്ട് ആ കണ്ണനെ കണ്ട കഥകൾ പറഞ്ഞ് നമ്മുടെ ഉള്ളില് ഏതെങ്കിലും വിധത്തില് ഭക്തിക്ക് അല്പം മങ്ങലുണ്ടായാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ഗോപികമാര് കാണിച്ചു തരിക. അവര് ആ കൃഷ്ണ കഥകളെ പറഞ്ഞ് ഓരോ കഥകളെ പറഞ്ഞ് കൃഷ്ണനാമങ്ങൾ ജപിച്ചുകൊണ്ട് കൃഷ്ണനിൽ അലിഞ്ഞുകൊണ്ട് കൃഷ്ണൻ എല്ലാത്തിനോടും ചോദിക്കുകയാണ്. എല്ലാത്തിനോടും ആ തുളസിയോട് ചോദിക്കണോ, എല്ലാ വൃക്ഷങ്ങളോടും കണ്ണനെ കണ്ടു എന്ന് ചോദിക്കണം. എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നത് ആ ഭഗവാൻ തന്നെയാണെന്നുള്ളതല്ലാണ്ട് ആ ഒരു ഭാവം അവരൊക്കെ അതിലൊക്കെ വേറെ കാണുകയാണ്. ആ വൃക്ഷങ്ങളിലൊക്കെ വേറെ കണ്ട് അവസാനം അവർക്ക്
അവർക്ക് സ്വയമായിട്ട് അവർക്ക് മനസ്സിലാക്കണോ, ഗോപിക നന്ദനോ ഭവാൻ അഖില ദേഹിനാം മന്ദരാത്മകൃ. ആ സത്യം അവർക്ക് ബോധിക്കണം. എന്തിനോട് എങ്ങനെ ബോധിച്ച്? ഭഗവാനിന് മാത്രം മനസ്സിൽ ചേർത്ത് വെച്ച് ആ ഭഗവാന്റെ നാമങ്ങൾ ജപിച്ച് ഓരോരുത്തരിലും അപ്പൊ എല്ലാത്തിലും കാണുന്നത് അഖില ദേഹികളുടെയും ഉള്ളിൽ അന്തരാത്മാവായിട്ട് നിൽക്കുന്നത് ഭഗവാനെ അവിടുന്ന് തന്നെയാണ് എന്നുള്ള സത്യം അവർക്ക് ബോധിച്ചു. ആ ബോധിച്ച സമയത്ത് അവർ ആദ്യം കാണുന്നത് രാധയാണ്. അതായത് അവരുടെ ഉള്ളില് ആ സത്യം ബോധിച്ചപ്പോ ആ പ്രേമം നിറഞ്ഞു, ആ പരമപ്രേമം ഉണ്ടായി. ആ പ്രേമത്തോടു കൂടിയിട്ട് ആ പ്രേമം നിറഞ്ഞ് ആ പ്രേമത്തോടു കൂടിയിട്ടാ അവര് വീണ്ടും ആ ഭഗവാൻ അവർക്ക് മനസ്സിലായി ഈ രൂപമല്ല, നമ്മുടെയൊക്കെ ഉള്ളില് തന്നെയാണ് ആ പ്രേമം നിറഞ്ഞത്. അവർക്ക് ഉള്ളില് തന്നെ ആ കൃഷ്ണാനന്ദം അനുഭവിക്കാൻ പറ്റി. അങ്ങനെ ആ ശ്രീകൃഷ്ണൻ പിന്നെ ആ പ്രകടമായതും രാസലീലയൊക്കെ അവിടെ വർണ്ണിക്കുമ്പോ രാസലീലയിൽ പറയുന്ന ഓരോരോ ഗോപികൾക്കും ഓരോരോ കൃഷ്ണനുണ്ടായി എന്നാ പറയുന്നത്. ഈ ഗോപികമാരാ ഗോപികമാരുടെ കൃഷ്ണൻ ഓരോ കൃഷ്ണനായത് ഭഗവാൻ പലതായിട്ട് മാറിയതല്ല. എല്ലാവരുടെയും ഉള്ളില് ആത്മാവായിരിക്കുന്ന ആ കൃഷ്ണനെ അവർക്ക് അനുഭവിക്കാൻ പറ്റി. ആത്മാനന്ദം ഓരോരോ ഗോപികമാരും അവിടെ ആത്മാനന്ദത്തിനെ അനുഭവിച്ചു, പരമാനന്ദം അനുഭവിച്ചു, ആ സച്ചിദാനന്ദം അനുഭവിച്ചു. അങ്ങനെ ഓരോ അതുകൊണ്ട് സ്വന്തം എല്ലാ ഗോപികമാർക്കും തോന്നി ഞങ്ങളുടെ കൂടെയായിട്ട് അതാ എന്നോട് ആ ഭഗവാനോട് കൂടിയിട്ട് അവനോന്റെ ഉള്ളിൽ ആത്മാവായിട്ടിരിക്കുന്ന ഈശ്വരൻ ആ ജീവാത്മാവും പരമാത്മാവും അവിടെ ഒന്നായ മാറിയ അഭാവം. കാരണം ഈ രൂപത്തിലുള്ള ആ ഭ്രമം വിട്ടിട്ടില്ലെങ്കിൽ ഇനിയിപ്പോ അടുത്ത് തന്നെ ആ രൂപം അവിടെ നിന്ന് വിട്ടു പോവുകയാണ്. മധുരയ്ക്കും ഒക്കെ പോണ സമയത്ത് ഗോപികമാർക്ക് പിന്നെ അത് സഹിക്കാൻ പറ്റില്ല എന്ന് വരും. അപ്പൊ ലൗകിക ദൃഷ്ടിയിലല്ലാണ്ട് ആത്മീയ ഭാവത്തിൽ ലൗകികമായിട്ടുള്ള കണ്ണുകളെ കൊണ്ടല്ല ഈശ്വരനെ കാണേണ്ടത്. ആ ഉള്ളിലിപ്പോ നമ്മളായാലും തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു വിഗ്രഹങ്ങളും സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടു നടന്ന് കണ്ണാന്ന് വെച്ച് കൊണ്ടു നടക്കും. ആ വിഗ്രഹം ഉടഞ്ഞു കഴിഞ്ഞിട്ട് അത് ഉടഞ്ഞു കഴിയുമ്പോ പിന്നെ ആ വരുന്നൊരു ദുഃഖം. കാരണം അത്രയും കാലം ആ രൂപത്തിലാക്കിയിട്ട് ആ രൂപം ഇല്ലാണ്ട് അവർ എത്ര വിഷമം അനുഭവിക്കണം. അപ്പൊ ഇതൊക്കെ മണ്ണുകൊണ്ടും ഈ പ്രകൃതിയിൽ കാണുന്ന സാധനങ്ങളെ കൊണ്ടൊക്കെ ഉണ്ടാക്കിയതാണ്. നമ്മളൊക്കെ നശിക്കണ പോലെ ഈ വിഗ്രഹങ്ങളൊക്കെ ഉടഞ്ഞു പോവും. ആ വിഗ്രഹങ്ങളൊക്കെ ഉടഞ്ഞു പോവുകയാണ് വേണ്ടത്. എന്നിട്ട് നമ്മുടെ ഉള്ളിൽ മാത്രം ആ പരമാത്മ ചൈതന്യം അത് മനസ്സിലാക്കുക വേണ്ടത്. അതിനു വേണ്ടിയിട്ട് എന്തുണ്ടാവണം? ഭഗവാനോട് പ്രേമഭാവത്തോടു കൂടിയിട്ട്, ബാക്കിയൊന്നുമല്ല, ഒന്നും അറിയണ്ട. ആ ഭഗവാനോട് ആ പ്രേമഭാവത്തോടു കൂടിയിട്ട് ഇഷ്ടത്തോടു കൂടിയിട്ട് നാമം ജപിക്കാൻ മാത്രം അറിഞ്ഞാൽ മതി. വേറെ ഒന്നും അറിയണ്ട. നാമം ജപിക്കാൻ ഇഷ്ടത്തോടു കൂടി നാമം ജപിക്കുക. ബാക്കിയുള്ള ആളുകളൊക്കെ തന്നെ ഉണ്ടാവും. ഭക്തി ഉള്ളിൽ നിറഞ്ഞാൽ പിന്നെ ആരുണ്ടാവും? ജ്ഞാന വൈരാഗ്യങ്ങളൊക്കെ തന്നെ വരും. അത് തന്നെയാണ് ഗോപികമാർക്ക് ഉണ്ടായത്. ആ ഗോപികമാരുടെ അടുത്തേക്ക് പിന്നീട് നമ്മൾ കാണേണ്ടത് ഉദ്ധവരെ പറഞ്ഞേക്കുന്നത്. കാരണം ഉദ്ധവർക്ക് ഭക്തന്റെ മനസ്സറിയാൻ, ഭക്തന് മാത്രമല്ല ഭക്തിയെ അറിയാൻ ഭക്തിയുള്ളവർക്കേ അറിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പറയും ചാടിത്തുള്ളി എന്തൊക്കെയൊക്കെ അഭിപ്രായം കാട്ടണോ എന്ന്. കാരണം നമ്മള് തരത്തിൽ വിചാരിച്ചേക്കുന്നത് ഭക്തിയാണ് എന്ന് വിചാരിച്ചതാണോ സത്യം? ആർക്കറിയാം? ഭക്തിയുടെ തലം എന്താണെന്ന് ഭഗവാന് മാത്രമേ അറിയുള്ളൂ. ഭഗവാൻ വിളിക്കണം ഭക്താന്ന്, എന്നാൽ മാത്രമേ ഭക്തിയാവുള്ളൂ. ഭക്തിയുടെ തലം അതാണോ ശരി, ഇതാണോ ശരി, അവരാണോ ശരി, ഇവരാണോ ശരി, ആർക്കും അറിയില്ല. അതിന്റെ ആ തലം ഭഗവാനെ അറിയുള്ളൂ. എല്ലാം ശരിയാണ് ഭഗവാന്റെ കണ്ണില്, എല്ലാം ശരിയാണ്. ഈശ്വരനോടാണോ ചേർത്ത് വെച്ചേക്കുന്നത്? എല്ലാം ശരിയാണ്. ആ ഉദ്ധവർക്ക് ആ ഗോപികമാരുടെ അത്രയും ഭക്തി ഉദ്ധവർക്കുള്ളത് കൊണ്ടാണ് ആ ഉദ്ധവരെ തന്നെ ഗോപികമാരുടെ അടുത്തേക്ക് വിട്ടത്. അത് നമ്മളെ പോലെയുള്ളവരെ ബോധിപ്പിക്കാനാണ്. അദ്ദേഹത്തിന് ആ ഗോപികമാരുടെ ഭക്തിയെ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അദ്ദേഹം നമ്മള് പറയും ഉദ്ധവൻ അല്ലെ, ഉദ്ധവന് ഒരു ഭാഗം എന്താണ്? അറിവുകൊണ്ടാണ്, എനിക്ക് ഭഗവാനെ പറ്റി അറിയാൻ സാധിച്ചത് കൊണ്ടാണ് ഈ ഭക്തി, അറിവിന്റെ തലത്തിലുള്ളതുകൊണ്ടാണ് എനിക്ക് ഈ ഭക്തി ഉണ്ടായത്, ഭഗവാനെ അറിയാൻ സാധിച്ചത് കൊണ്ടാണ്. പക്ഷെ ഗോപികമാര് കാണിച്ചതിന് ഒന്നും അറിയണ്ട, സ്നേഹിച്ചാൽ മാത്രം മതി. കണ്ണനെ സ്നേഹിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും അറിയണ്ട. നമുക്ക് ഒന്നും അറിയണ്ട, ബാക്കിയൊക്കെ തന്നെ വന്നോളും.
ഒന്നും അറിയണ്ട. ഇവിടെ ഓരോ വാക്കുകൾ പറയുന്നെങ്കിലും ആ പറയുന്നത് മുഴുവൻ കണ്ണനായിട്ടുള്ള എന്ന് പറയുന്നതാണ്. ഒന്നും അറിഞ്ഞിട്ടല്ല. ഭഗവാനോടുള്ള ഒരു കൊതി, പറയാനുള്ള ഒരു കൊതി, അത് മാത്രമാണ്. ഓരോ അക്ഷരമായിട്ടും ഇവിടെ പറയുന്നത് ഭഗവാനാണ്. ഉറപ്പാണ്. രാധാറാണിയുടെ കാരുണ്യാണ്, അതും ഉറപ്പാണ്. കാരണം ഒരു സംസ്കൃതമൊന്നും എനിക്കറിയില്ല. ഞാൻ 10ാം ക്ലാസ്സൊക്കെ വരെ പഠിച്ചിട്ടുള്ളൂ. എനിക്കതൊന്നും അറിയില്ല. ഭാഗവതം കേൾക്കാൻ ഒരുപാട് ഇഷ്ടം, പഠിക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി, വായിച്ചു. എനിക്കത് വായിക്കുമ്പോഴൊന്നും മനസ്സിലാവില്ല. ഞാൻ തന്നെ വായിച്ച് ഞാൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും, കേട്ടാ മനസ്സിലാവില്ല, തെറ്റാണ്, നിറച്ച് തെറ്റ വായിച്ചേക്കണേ. അത്രേ എനിക്കറിയുള്ളൂ. അത്രയും അറിയില്ല. ഒന്നും അറിയില്ലെങ്കിലും ഭഗവാന്റെ കഥകൾ കേൾക്കാനും പറയാനും ഒരു കൊതി, രാധാറാണിയെ പറ്റി പറയാനൊരു കൊതി, അത് എത്രയോ ചിലപ്പോ ഒരു പക്ഷെ വൃന്ദാവന യാത്രയൊക്കെ മനസ്സുകൊണ്ട് ഈ മതി, വീട്ടിലിരുന്ന് ഞാൻ അവിടെ ഇരിക്കണോ അവിടെ വൃന്ദാവനം എന്ന് ചിന്തിച്ചിരുന്ന് വീണ്ടും എപ്പോഴൊക്കെയോ കൊതിച്ചിട്ടുണ്ട്. അവിടെ ഇന്ന് ഭഗവാന്റെ രാധാറാണിയുടെ മഹത്വം പറയുന്നു. അറിയാൻ പറ്റില്ലെങ്കിലും പറയാൻ കൊതിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് രാധാറാണി വീണ്ടും കൊണ്ടുവന്നതാണെന്നാണ് തോന്നുന്നത്. എനിക്കറിയില്ല, അതാവാം. അല്ലാണ്ട് ഇതിവിടെ എത്താനൊരു വഴിയില്ല. ഭഗവാന് തന്നെ അറിയില്ല. കാരണം ഈ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ കർമ്മപ്രാരാബ്ധങ്ങളെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഈശ്വരൻ തന്നതാണ്. ഈ ശരീരത്തിന് വന്ന രോഗങ്ങളോ ദുരിതങ്ങളോ ദുഃഖങ്ങളോ സങ്കടങ്ങളോ ഒന്നും മാറ്റാൻ ഒരാൾക്കും സാധിക്കില്ല. അതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ജന്മജന്മാന്തരങ്ങൾ കൂടുതലുള്ളൂ. അപ്പൊ ഓരോ തവണ ഈശ്വരനോട് അടുക്കുന്തോറും ശരീരത്തിന്റെ പ്രാരാബ്ധങ്ങൾ കൂടി വരുന്നുണ്ടെങ്കിൽ ആലോചിച്ചോളൂ, ഭഗവാന്റെ അനുഗ്രഹം നല്ലോണം ഉണ്ട്. കാരണം ഈ ജന്മം കൊണ്ട് തന്നെ നമ്മളുടെ പ്രാരാബ്ധം തീർത്തിട്ടിരിക്കുകയാണ്. അപ്പൊ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുക കണ്ണനെ, കൂടുതൽ കൂടുതൽ പ്രേമിക്കുക കണ്ണനെ, അത് മാത്രമേ സാധിക്കുള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നും സാധിക്കില്ല. അതിന് ഭഗവാൻ തന്നെ നമുക്ക് മനോഹരമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെ വേണം, ഏത് മന്ത്രം ജപിക്കേണ്ടത്. ഇപ്പൊ പാട്ടൊക്കെ പാടാൻ അറിയില്ല കേട്ടോ. പാട്ട് പാടുന്നത് കേട്ടിട്ട് എങ്ങനെ ഞാൻ ഭജിക്കേണ്ടു, എങ്ങനെ അമ്മമാരൊക്കെ പാടാനായിട്ടുണ്ട്. എങ്ങനെയാ ഭജിക്കേണ്ടത് ഭഗവാൻ തന്നെ ശ്രീനാരായണ മഹർഷിയോട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ കലിസന്ധരണ ഉപനിഷത് മന്ത്രം നമ്മളെല്ലാവരും ജപിക്കണം. എന്താണ് കലിസന്ധരണ ഉപനിഷത് മന്ത്രം? അതിൻ്റെ ഒരു മഹത്വം എന്താണെന്ന് വിചാരിച്ചാൽ അത് രാധാകൃഷ്ണ യുഗള മന്ത്രാണ്. അത് പല വിധത്തിൽ ജപിക്കും. അപ്പൊ അതെങ്ങനെ രാമാന്ന് ജപിക്കണോ കൃഷ്ണാന്ന് ജപിക്കണോ, ഏതാ ആദ്യം ജപിക്കട്ടെ? എല്ലാവർക്കും സംശയമാണ്. കാരണം എന്താ വെച്ചാൽ കുറെ പേര് രാമരാമാൻ ചെല്ലും, കുറെ പേര് കൃഷ്ണ കൃഷ്ണാന്ന് ചെല്ലും. ഞാൻ ചെല്ലണ പോലെ തന്നെയാ ശരിയെന്ന് നമ്മൾ വിചാരിക്കും. മറ്റാൾ പറയും ഞാൻ ചെല്ലണതാ ശരിയെന്ന് വിചാരിക്കും. ശരിക്കും ആ യുഗള മന്ത്രത്തിന്റെ മഹത്വം അതൊന്നുമല്ല. എങ്ങനെ ചൊല്ലിയാൽ അത് ശരിയാണ്. രാമായണത്തില് നമ്മൾ കേട്ടൂലെ രത്നാകരന് രാമായണം എല്ലാവർക്കും അറിയണമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് രാമായണം പറയുന്നത്. പിന്നെ രാമഭക്ത കൃഷ്ണഭക്തനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു ചെയ്യുന്നത് രാമഭക്തി രാമായണത്തിനോട് ഇഷ്ടമുണ്ടെന്ന്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് രാമായണം വരണേന്ന് തോന്നുന്നു അവന്. അപ്പൊ അതില് രത്നാകരനോട് പറയുന്നുണ്ട്, രാമ എന്നുള്ള മന്ത്രം ഉപദേശിച്ചു കൊടുക്കാൻ സപ്തർഷികൾക്ക് അറിയാതെ കണ്ടല്ല. പക്ഷെ അത് താരക മന്ത്രമാണ്, അഗ്നിമന്ത്രമാണ്. അത് ചെല്ലിയാൽ അതിനെ താങ്ങാനുള്ളൊരു ശക്തി ആ ജീവനില്ല. കാരണം അത്രയും പാപങ്ങളുടെ സഞ്ചയമാണ്. നമുക്ക് ഒരു കുലത്തില് നല്ലൊരു കുലത്തില് ജനിച്ചിട്ട് ആ കുലത്തിന്റെ മഹിമ ഒഴിഞ്ഞിട്ട് നമ്മൾ പാപം ചെയ്യുന്നത് അത്ര മഹാപാപമാണ്. അപ്പൊ അങ്ങനെയാണ് ഈ രത്നാകരൻ അങ്ങനെയായിട്ട് തീർന്നത് കൊണ്ട് ആ രാമമന്ത്രം രാമ എന്ന് ഉച്ചരിക്കാനുള്ളൊരു ആ ശക്തി, അത് ഉച്ചരിക്കാനുള്ളൊരു ബലം ആ ജീവനില്ലാത്തത് കൊണ്ട് തിരിച്ചു പറഞ്ഞു കൊടുത്തു. തിരിച്ചു പറഞ്ഞാലും അതിന്റെ ആ പവർ കുറയുമെന്ന് വിചാരിച്ചാലും അത് ക്രമേണ ജപിച്ചു കഴിയുമ്പോൾ ശരീരത്തിന് ആ പവർ വന്നു കഴിഞ്ഞാൽ സ്വയം അത് രാമമന്ത്രമായിട്ട് തീരും, താരകമന്ത്രമായിട്ട് തീരുന്ന ആ ഋഷിശരന്മാർക്കറിയാം അതിന്റെ മഹത്വം. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു കൊടുത്തത്. അതുപോലെ തന്നെയാണ് ഈ ഹരേ ഈ കലിസന്ധരണ ഉപനിഷത് മന്ത്രമായ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇത് എങ്ങനെ ചെയ്യാനും അത് അതിന്റെ മഹത്വമാണ്. ഇത് തിരിച്ച് വരാൻ കാരണമായിട്ട് പറയുന്നത് ഭഗവാന്റെ ഈ വൃന്ദാവനം. ഇപ്പൊ നമ്മള്
ആദ്യത്തെ തവണയൊക്കെ ഒരു 10-20 കൊല്ലം മുമ്പ് വൃന്ദാവനത്തിൽ വന്നിട്ട് കണ്ടവർക്ക് ഇവിടെ വരുമ്പോ ഇപ്പൊ സങ്കടം തോന്നും. കാരണം എന്താ, അന്ന് ധാരാളം വനപ്രദേശങ്ങളായിരുന്നു, ഇവിടെ ധാരാളം പശുക്കൾ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി, കെട്ടിടങ്ങൾ വന്നു, അത് വന്നു, ഇത് വന്നു. ശരിക്കും വൃന്ദാവനത്തിലെ ഈ ക്ഷേത്രങ്ങൾക്കൊന്നും പ്രാധാന്യമില്ല, അവിടുത്തെ അടനം തന്നെയാണ്. ഇപ്പൊ നമ്മളൊക്കെ കണ്ട് ആസ്വദിക്കാൻ കണ്ണിന് മഹത്വമൊക്കെ കണ്ടിട്ട് നമ്മള് പ്രേമമന്ദിരം, കീർത്തിമന്ദിരമൊക്കെ കണ്ടു. പക്ഷെ ഇവിടെ ഈ ഭൂമിക്കാണ് മഹത്വം, ക്ഷേത്രങ്ങൾക്കൊന്നുമല്ല. അപ്പൊ അത് കാലക്രമേണ അത് കാലത്തിന്റെ ഗതി കൊണ്ട് അങ്ങനെ വന്ന് ചേരുന്നതാണ്. ഓരോ ദിക്കിന്റെയും ഓരോ സ്ഥലത്തിന്റെയും ആണ് മഹത്വം ഉള്ളത് അവിടെ. അപ്പൊ അങ്ങനെയുള്ള ആ മഹത്വം മറഞ്ഞ് പോണു വെച്ചാൽ അത് കാലത്തിന്റെയാണ്. ഇതുപോലെ ഒരു കാലത്ത് ഈ ഭഗവാന്റെ ആ സുധാമ ഗമനത്തിന് ശേഷം അതായത് സുധാമഗമനം എന്ന് പറഞ്ഞാൽ ആലോചിക്കുക, നമ്മുടെയൊക്കെ ഉള്ളിൽ നിന്ന് ഭഗവാൻ ആവിരാസ ചെയ്തു പുറത്തു വന്ന് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ വന്ന് ഇരുന്നു. അത് തന്നെയാണ് കേട്ടോ സുധാമം, ഗോലോകധാമം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ആ ഗോലോകത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കണം. അപ്പോ ആ സുധാമത്തിലേക്ക് മറിഞ്ഞതിന് ശേഷം ഇവിടെ ഈ ഭൂമിയുടെ പവിത്രതയൊക്കെ ഇല്ലാണ്ടായി. അപ്പൊ അതിനെ ഉയർത്താൻ വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ ചൈതന്യ മഹാപ്രഭു ആയിട്ട് വന്നു. അദ്ദേഹം ഇതിലേക്ക് നടത്തുമ്പോ ആ സമയത്തൊക്കെ ജനങ്ങളിലെ കുറച്ച് പേർക്ക് പാണ്ഡിത്യം കാര്യങ്ങള് പാണ്ഡിത്യ ഗർഭമായിട്ട് കുറച്ച് ബ്രാഹ്മണര് അങ്ങനെയുണ്ട്. അവരവരുടെ ഒരു കർമ്മത്തിനൊക്കെ അടിസ്ഥാനം ആണ്. അതായത് നമ്മളുടെ അവിടെയുള്ള പൂജ പോലെയൊന്നും അല്ല, ഇവിടെയൊക്കെ പ്രേമത്തിനാണ് മഹത്വം. നമ്മുടെ അവിടെയൊക്കെ എന്താ, താന്ത്രിക കർമ്മത്തിനാണ്. അപ്പൊ അത് താന്ത്രിക വിധിപ്രകാരം തന്നെ ചെയ്യണം. അതുകൊണ്ടാണ് നമ്മുടെ ക്ഷേത്രത്തിലൊക്കെ അത്ര പരിശുദ്ധിയൊക്കെ പറയണത്. കാരണം അത് ഓരോന്നിനും ഓരോ നിയമങ്ങളാണ്. അപ്പൊ ആ താന്ത്രിക വിധിപ്രകാരം പൂജിക്കണം, അങ്ങനെ തന്നെ പൂജിക്കണം. ഇവിടെ ആ പ്രേമത്തിനാണ് പ്രാധാന്യം. അപ്പൊ അവിടെ യാതൊന്നിനും ഒരു ഉപാധികളിൽ എപ്പോഴും എങ്ങനെയും എവിടെ ഇരുന്നിട്ട് നാമം ജപിക്കാം എന്നുള്ളതാണ്. പക്ഷെ ആ മഹത്വമൊക്കെ മറന്നുപോയി. കുറച്ചു കാലം കഴിഞ്ഞപ്പോ വൃന്ദാവനത്തിന്റെ ഈ ഭൂപ്രദേശത്തിന്റെ മഹത്വമൊക്കെ മറന്നുപോയി. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ചൈതന്യ മഹാപ്രഭു ഇവിടെ അവതരിച്ച്, ഭഗവാൻ തന്നെ അംശാവതാരമായിട്ട് അവതരിച്ചിട്ട് ഓരോരോ സ്ഥലത്ത് ചെന്നിട്ട് ആ വൃന്ദാവന മഹിമയെ ഉണർത്തിയിട്ട് ഇവിടെ അദ്ദേഹത്തിന്റെ 6 ഗോസ്വാമിമാർ അദ്ദേഹത്തിന് ശിഷ്യരായിട്ട് അവരോടൊക്കെ പറഞ്ഞത് ഇവിടെ ഇരുന്ന് നാമം ജപിക്കാനാണ് പറഞ്ഞത്. എല്ലാ ദിക്കിലും ഇരുന്ന് നാമം ജപിക്കുമ്പോ നമ്മളിപ്പോ ഭാഗ്യവിഹാരിയുടെ വിഗ്രഹമൊക്കെ കിട്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ദിലിവരിലൊക്കെ കണ്ടില്ലേ, അവിടെയൊക്കെ ഇത് ജപിക്കുമ്പോ അവിടെ ഭഗവാൻ അവരുടെ മുമ്പിൽ പ്രകടമായിട്ട് ആ വിഗ്രഹ രൂപത്തിലൊക്കെ പ്രകടമാവുക ചെയ്യുന്നത്. അവിടെയൊക്കെ അവര് നാമം ജപിച്ച അതാണ് അവിടെ. അങ്ങനെ ആ സ്ഥലത്തൊക്കെ ഇരുന്ന് നമ്മൾ നാമം ജപിക്കുകയാണ് വേണ്ടത്. അങ്ങനെ നാമം ജപിച്ചിട്ട് ഈ മഹിമയെ ഉണർത്തണമെങ്കിൽ ജപം തന്നെ പറ്റുള്ളൂ. അതുകൊണ്ട് അവരോട് ജപിക്കാൻ പറഞ്ഞ് അവർ ജപിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം ആദ്യം വന്ന ഉടനെ തന്നെ പറഞ്ഞല്ലോ, എല്ലാവരും ഒരു വിധം ഇല്ലാണ്ട് വിവസ്ത്രരായിട്ട് മദ്യത്തിനും അങ്ങനെയുള്ള ലഹരിക്കൊക്കെ അടിമപ്പെട്ടിട്ട് എന്തൊക്കെയോ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കുറെ യുവാക്കളും എല്ലാവരും നശിച്ചു പോണ ഒരവസ്ഥയായിരുന്നു. പക്ഷെ ഇദ്ദേഹം വേഗം അവരുടെ ഇടയിൽ ചെന്നിരുന്നിട്ട് ഹരേരാമ മന്ത്രം ജപിക്കാനായിട്ട് തുടങ്ങി. അപ്പോ ഈ പണ്ഡിതന്മാരായിട്ടുള്ളവർ അദ്ദേഹത്തിന്റെ ഭാഗത്തൊന്നും അറിയാത്തവർ അദ്ദേഹത്തിനെ എതിർത്ത് അത് ജപിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹം ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രാമനെ മരാന്നാക്കിയ പോലെ ഈ കൃഷ്ണമന്ത്രത്തിനെ ആദ്യമാക്കി. പിന്നെ രാമമന്ത്രം താരകമന്ത്രമാണ്, അതിന് അഗ്നിബീജാണെന്നൊക്കെ പറയും. കൃഷ്ണമന്ത്രത്തിന് നല്ല ശീതളിമയാണ്. അങ്ങനെയുള്ളത് കൂടി ഉദ്ദേശിച്ചിട്ട് കൃഷ്ണമന്ത്രം ആദ്യം വച്ചിട്ട് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് തിരിച്ച് അദ്ദേഹം ആരെയും ഒന്നും പാടി അവിടെ ഇരുന്ന് പാടാൻ തുടങ്ങി. ഓർക്കെ പാടിപ്പോ ഇവര് ആദ്യമൊക്കെ ഇദ്ദേഹത്തിനെ കളിയാക്കിയിട്ട് ഇതിങ്ങനെ പാടും, ഇദ്ദേഹത്തിന്റെ കൂടെ പാടി പാടാൻ തുടങ്ങി. പിന്നെ അവർക്ക് ആ ജപം എങ്ങനെയായാലും അറിഞ്ഞു സേവിച്ചാലും അറിയാണ്ട് സേവിച്ചാലും ഔഷധത്തിന്റെ വീര്യം കാണിക്കൂലോ. ആ ജപിച്ചവർക്ക് ആ നാമത്തില് ലയിച്ച് ബാക്കി എല്ലാ ലഹരികളും അല്ലെ, വൈനൊക്കെ കുടിക്കുന്നേക്കാളും നല്ല ഡിവൈൻ ആണത് അല്ലെ. അപ്പോ അത്
ആ ഒരു ലഹരി, ഹരിലഹരി അവർക്ക് അനുഭവമായി. ആ ഹരിലഹരിയിൽ അവരിതാ ഹരേ രാമമന്ത്രം, ഹരേ കൃഷ്ണ മന്ത്രം എന്നായി. ഹരേ കൃഷ്ണ ചൊല്ലിയിട്ട് ആടിപ്പാടി അവര് അങ്ങനെ അവരോട് ചേർന്ന് ഒരുപാട് പേര് അങ്ങനെ വന്നതിന് അദ്ദേഹത്തിന്റെ ശിഷ്യ പരമ്പരകളിലൂടെയാണ് ഈ ഹരേ കൃഷ്ണ മന്ത്ര പ്രചാരത്തിലായത്. അതെങ്ങനെയാ ചെല്ലണ്ടെന്ന് രണ്ട് വിധത്തിലും ചെല്ലാം. പക്ഷെ ഏതൊരു ഗുരുനാഥന്റെ ശിക്ഷണത്തിലാണോ ഹരേ കൃഷ്ണ മന്ത്രം ദീക്ഷ, അങ്ങനെയാണ് ദീക്ഷ നമുക്ക് ലഭിച്ചത് വെച്ചാൽ അങ്ങനെയാവാം. അതല്ല, നമ്മുടെ അച്ഛനമ്മമാരാണ് നമുക്ക് ശരിക്കും ദീക്ഷ തന്നിട്ടുള്ളത് ഹരേ രാമ മന്ത്രമായിട്ട്. അപ്പൊ നമുക്ക് അത് അങ്ങനെയും ജപിക്കാം. ഈ ഹരേ എന്ന് പറഞ്ഞാൽ രാധാനാമമാണ്. ഹരേ എന്നുള്ള എവിടെ ശബ്ദമുണ്ടെങ്കിലും അത് രാധാനാമമാണെന്ന് പറയും. രാമ എന്ന മന്ത്രത്തിന് നമ്മൾ പറയുന്നത് ബലരാമനാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ അതാണ് പറയാം, ജീവരഹസ്യമാണ് മന്ത്രങ്ങളത്. രാമൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ശ്രീകൃഷ്ണ പരമാത്മാവിനെ തന്നെയാണ് രാമമന്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാമൻ രമിപ്പിക്കുന്നവൻ രാമൻ. രാധേ രാധേ. ഇപ്പൊ എല്ലാവരുടെ മനസ്സിലും ആ രാമൻ രമിപ്പിക്കുന്ന ഭാഗത്തില് ശ്രീകൃഷ്ണ ഭഗവാൻ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പൊ ഇവിടെ നിർത്തുന്നു. ആ ഒരു ഭക്തി രഹസ്യം ആധികാരികമായിട്ട് നമുക്കിത് പറഞ്ഞു തന്നിരിക്കുന്നു. പക്ഷെ ഇത് അനന്തമാണ്, ഒരു കാലത്തും തീരാത്തതാണ്. ഭക്തകവിയായിരിക്കുന്ന കാളിദാസന്റെ കഥയില് അദ്ദേഹം പറയുന്നതിനടുത്ത് കഥകൾ പറഞ്ഞ് 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 രാത്രി കഥ പറയാൻ തുടങ്ങിയതാണ്. കിടക്കാൻ നേരത്ത് കഥ പറയാൻ തുടങ്ങിയതാണ്. കഥകള് ഇങ്ങനെ പറഞ്ഞ് 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 അവസാനം എന്താ ഉണ്ടായെന്ന് വെച്ചാൽ കഥയൊട്ട് തീർന്നതുമില്ല, നേരം കൊടുക്കുകയും ചെയ്തു. ഇതേപോലെയാണ് രാധാറാണിയുടെയും ഭഗവാന്റെ കഥകൾ എന്ന് വെച്ചാൽ, ഇത് പറയാൻ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞാൽ നമ്മളെ തന്നെ മറക്കേണ്ടത്. അതേപോലെ കേൾക്കുമ്പോൾ നാം നമ്മെ തന്നെ മറന്നു പോകും. നമുക്കിവിടെ ആരതിയുടെ സമയമായതുകൊണ്ട് ഇനിയും ഈ കഥകൾ കേൾക്കാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടാവട്ടെ എന്ന് ആ സർവേശ്വരനോട് നമുക്ക് പ്രാർത്ഥിക്കാം. രാധേശ്യാം രാധേശ്യാം രാധേശ്യാം. രാധേശ്യാം വൃന്ദാവനത്തിലിരുന്നു കൊണ്ട് ആ വൃന്ദാവനേശ്വരിയായിട്ടുള്ള രാധാറാണിയെപ്പറ്റി അല്പം പറയാനായിട്ട് രാധാറാണി അനുവദിച്ചു തന്നു. അത് അവിടുത്തെ പരമമായ കാരുണ്യാണ്. പൂർണ്ണമാക്കാനായിട്ട് സാധിച്ചില്ല, അവിടെ ഒന്നും അങ്ങനെ പൂർണ്ണമാക്കാൻ സാധിക്കില്ല. നേരത്തെ തിരുമേനി പറഞ്ഞത് കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കാരണം അവിടെ ആരതിയുടെയൊക്കെ സമയം വരുമ്പോൾ നമ്മളപ്പം നിർത്തണം. പിന്നെ നമ്മൾ ആ സമയത്ത് ഈ പ്രഭാഷണങ്ങളും മൈക്ക് ഉപയോഗിക്കാനൊന്നും പാടില്ല. അത് അവിടെ ചെന്നാൽ മാത്രമാണ് അതിൻ്റെയൊക്കെ ഒരു ആനന്ദം അറിയുള്ളൂ. എല്ലാവർക്കും അത് അറിയാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കണം. എല്ലാവരുടെ പാദത്തിലും മനസ്സുകൊണ്ട് നമസ്കരിക്കണം. രാധേശ്യാം.